നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ ആനയെ കരകയറ്റാൻ ശ്രമം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം ഉടൻ തുടങ്ങും. യമനിലെ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം. ഹൂതികളെ ഭീകരരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ബൈഡന്റെ നിലപാടിനെ തള്ളി US പ്രസിഡന്റ്. മെക്സിക്കൻ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റത്തിന് തടയിട്ട് US. പാലക്കാട്ടെ ബ്രൂവറി പ്ലാന്റ് അഴിമതി ഇന്നും നിയമസഭയിൽ. മുഖ്യമന്ത്രി മറുപടി പറയും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഇന്ന് പിരിയുന്ന സഭ ബജറ്റ് അവതരണത്തിനായി ഫെബ്രുവരി 7 ചേരും. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയില്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർക്ക് കല നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക്. ജനം എക്സ്ക്ലൂസീവ്. ബംഗളൂരു ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിലെ ദുരൂഹ മരണങ്ങളിൽ ഇടപെട്ട് കേന്ദ്രം. പുനരന്വേഷണം നടത്താൻ ഉത്തരവ്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക പോലീസിന് നിർദ്ദേശം. ജനങ്ങളെ പട്ടിണിക്കിടാൻ പിണറായി സർക്കാർ. റേഷൻ കടകളിലെ പോസ്റ്റ് മെഷീനുകളുടെ സർവീസ് ഫീയായി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ളത് 6.26 കോടി രൂപ. കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ ജനുവരി 31 ശേഷം സേവനം അവസാനിപ്പിക്കുമെന്ന കരാർ കമ്പനി. ജനം എക്സ്ക്ലൂസീവ്. ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം. രാജ്യം പരാക്രം ദിവസായി ആചരിക്കുന്നു. നേതാജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വീണ്ടും കാട്ടുതീ. പുതിയ കാട്ടുതീ കാസ്റ്റെക് തടാകത്തിന് സമീപം. 2 മണിക്കൂർ 5000 ഏക്കറിലേക്ക് കാട്ടുതീ പടർന്നു. തീ അണയ്ക്കാൻ തീവ്ര ശ്രമം. നേതാജി സ്മരണയിൽ. ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആയുധം കൊണ്ട് വിറപ്പിച്ച നേതാജിയുടെ ജന്മവാർഷികം പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് നേതാജി എന്നും ഭാരതീയർക്ക്. പോരാട്ട വീര്യത്തിന്റെ ഉദാത്ത മാതൃക. സുഭാഷ് ചന്ദ്രബോസ് സമരം നയിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരത്തെ ഇന്ത്യ വിടേണ്ടി വരുമായിരുന്നെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ വാക്കുകൾ മാത്രം മതി സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ പറഞ്ഞായിരുന്നു നേതാജി സ്വാതന്ത്ര്യ സമരത്തെ ജ്വലിപ്പിച്ചത്. 1897 ജനുവരി 23 ഒറീസയിലെ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്ക് പുറത്തുനിന്നും എങ്ങനെ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പോരാടാം എന്ന രാജ്യാന്തര യുദ്ധതന്ത്രം ആദ്യമായി പയറ്റി വിജയിച്ച ആളായിരുന്നു അദ്ദേഹം. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് ഹിന്ദിയിൽ പേരിട്ട് വിളിച്ച തദ്ദേശീയ സൈന്യത്തിലേക്ക് സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറച്ചു വിശ്വസിച്ച നിരവധി പേർ ചേർന്നു. 1941 അഫ്ഗാനിസ്ഥാൻ റഷ്യ വഴി ജർമ്മനിയിലേക്കെത്തിയ നേതാജി ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. 1943 ജപ്പാനിലെത്തിയതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി.
40,000 പേരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ സഹായത്താൽ പരിശീലിപ്പിച്ച് തയ്യാറാക്കിയത്. 1944 ജപ്പാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ ബർമ്മയിലൂടെ കടന്ന് ഭാരതത്തിലെ മണിപ്പൂരിലെത്തിയ നേതാജിയുടെ സൈന്യം ബ്രിട്ടന്റെ യൂണിറ്റിനെ പരാജയപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അങ്ങനെ മണിപ്പൂരിൽ നേതാജി ഇന്ത്യൻ പതാക ഉയർത്തി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലുണ്ടായ വിമാനാപകടമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ഇടയാക്കിയത്. നേതാജി മരിച്ചിട്ടില്ലെന്നും വേഷം മാറി ഇന്ത്യയിലെത്തിയെന്നുമുള്ള നിരവധി സൂചനകളും അടുത്ത കാലത്ത് വെളിച്ചത്തു വന്നു. ഉത്തർപ്രദേശിൽ ഗുംനാമി ബാബ എന്ന പേരിൽ ജീവിച്ചത് നേതാജിയാണെന്നാണ് പറയപ്പെടുന്നത്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി അയച്ച കത്തുകളും ബാബയുടെ കൈവശമുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു ഭാരതത്തിന്റെ നേതാജി. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വെള്ളക്കാരനോട് യാചിക്കാൻ തയ്യാറാകാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വാതന്ത്ര്യത്തിന്റെ, സ്വാഭിമാനത്തിന്റെ മറുപേര്. അതാണ് സുഭാഷ് ചന്ദ്രബോസ്. ന്യൂസ് ഡെസ്ക്, ജനം. രാജ്യമെങ്ങും ഇന്ന് ആഘോഷ പരിപാടികൾ നടക്കും. ഒപ്പം നമുക്ക് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ അതിൻ്റെ ഒരു എന്താ പറയുക തയ്യാറെടുപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ജിഷ്ണു ചേരും നമ്മോടൊപ്പം വരും മണിക്കൂറിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ചൊരു കാര്യം അല്ലേ, കാട്ടാന കിണറ്റിൽ വീണ കാര്യം, അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കാണ് ഇപ്പോൾ പോകേണ്ടത്. മലപ്പുറം മൂർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കലിലെ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വനം വകുപ്പും പോലീസും ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ഇന്ന് പുലർച്ചെയാണ് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ വെച്ചിൽപ്പാറയിൽ കാട്ടാന ഒരു കിണറ്റിൽ വീണത്. ഏകദേശം പുലർച്ചെ 1 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂരാച്ചുണ്ട് സ്വദേശി കൂരാച്ചുണ്ട് സണ്ണി എന്ന വ്യക്തിയുടെ ഈ കൃഷിയിടത്തിലെ കിണറ്റാണ് കാട്ടാന വീണത്. ഈ ഭാഗം ഒരു മലയോര പ്രദേശമാണ്, വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ജനങ്ങൾ താമസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രം കൂടിയാണ് ഇവിടെ. പലപ്പോഴും ഇത്തരത്തിൽ കാട്ടാനയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവി ശല്യം ഉണ്ട് എന്നുള്ള പരാതി നേരത്തെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ വേണ്ടത്ര അധികാരികൾ അത് വേണ്ടത്ര കണക്കിൽ എടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പരിപാടികളോ അല്ലെങ്കിൽ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഈ കൃഷിയിടത്തിൽ ഒരു കാട്ടുകൊമ്പൻ കൂടി കിണറ്റിൽ വീണത്. ഇപ്പോൾ ഇതിന്റെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആൾമറയില്ലാത്ത കിണറ്റിലാണ് ഈ കാട്ടുകൊമ്പൻ വീണത്. രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചമുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആൾമറ കൂടി ഇല്ലാതായതോടെ ഈ സമയത്ത് ഇവിടേക്ക് എത്തിയ കാട്ടുകൊമ്പൻ കിണറ്റിൽ വീഴുകയായിരുന്നു. വലിയ ആഴം ഉള്ള ഒരു കിണറല്ല ഇത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക, വീണ. ഓക്കെ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ശിവദാസിലേക്ക് തിരിച്ചു വരാം. ശിവദാസ്. അതേസമയം നമുക്ക് ആശങ്കയായി മറ്റൊരു കാട്ടാന അല്ലെ, മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന. ആ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുകയാണ്. ഇന്നലെ ഉൾക്കാട്ടിലേക്ക് ആന വലിഞ്ഞിരുന്നു. ആന പക്ഷേ നിരീക്ഷണ വലയത്തിൽ തന്നെയാണുള്ളത്. അനുകൂല സാഹചര്യമാണ് എങ്കിൽ ആനയെ ഇന്ന് മയക്കുവെടി വയ്ക്കും എന്നാണ് അറിയുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വൻ സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആനന്ദ് പുത്തൂരുണ്ട് വിവരങ്ങൾക്കായി. ആനന്ദ്, ഈ ആന നിരീക്ഷണ വലയത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ അനുകൂല സാഹചര്യം എന്നുള്ളത് എങ്ങനെയാണ്? ഈ ആന മസ്തകത്തിൽ പരിക്കേറ്റത് കൊണ്ട് തന്നെ അതിൻ്റെ അവസ്ഥ ഈ ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെയാണത് നിരീക്ഷിക്കുമ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കാൻ കഴിയുന്നത്? വീണ, ഇപ്പോൾ ആനയെ കണ്ടെത്താനുള്ള തിരച്ചിൽ, അതായത് ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള തിരച്ചിൽ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആനയെ കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് ഈ മിഷനെ ഏറ്റവും പ്രതികൂലമായിട്ട് നീക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നത്തോടു കൂടി തന്നെ ആനയെ അത്തരത്തിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇത്തരത്തിൽ ആനയെ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തിരുന്നു, 3 തവണ ലൊക്കേറ്റ് ചെയ്തിരുന്നെങ്കിലും പക്ഷെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഒരു ഭൂപ്രകൃതി അനുകൂലമായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആനയെ കണ്ട സ്ഥലം എന്ന് പറയുന്നത് പുഴയോടടുത്ത് ചേർന്ന്, തീരത്തോടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കുന്നതിലെ ഒരു റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ആനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് കയറ്റി അത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമായിരുന്നു. പക്ഷേ
ഈ പടക്കം പൊട്ടിച്ചതും ആന കാട്ടിലേക്ക് വലിയുകയാണ് ചെയ്തത്. പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ നിന്ന്, അതായത് അവരുടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ആന ഓടി മറിയുകയാണ് ചെയ്തത്. പിന്നീട് വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയെങ്കിലും അതും പരാജയമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന് പറയുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മയക്കുവെടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും നടപടിക്രമങ്ങളിലേക്കും കടക്കുക. എന്തായാലും കുങ്കിയാനകളെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലും അത്തരത്തിൽ കുങ്കിയാനകളെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടില്ല, സർക്കാർ എത്തിയിട്ടില്ല. പക്ഷേ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയുന്നതോറും വഷളായി വരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം അല്ല, നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. ആനയുടെ മസ്തകത്തിലെ മുറിവ് കൂടുതൽ ഭയാനകമായിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ വഷളായിരിക്കുന്നു ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഒരു പുരോഗതി ഈ ഒരു മിഷനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആനന്ദ്, ഈ കുങ്കി ആനകൾ ആദ്യം വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നീട് ഇപ്പോൾ കുങ്കി ആനകളെ ഇറക്കി ആനയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല എന്നും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? കുങ്കി ആനയുടെ സഹായത്തോടെ അല്ലാതെ മയക്കുവെടി വച്ച് ആനയെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെ ആയിരിക്കില്ലേ? അതായത് ഈ ആദ്യഘട്ടത്തിൽ കുങ്കിയാനകളുടെ അടക്കം ഒരു സഹായം തേടുമെന്നുള്ള ഒരു നിലപാടിലേക്ക് പോയിരുന്നെങ്കിലും പിന്നീട് അരുൺ സക്കറിയ വ്യക്തമാക്കിയ ഒരു കാര്യം, അത്തരത്തിൽ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ കുങ്കിയാനകളുടെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ നാട്ടിലേക്ക് പ്രശ്നമാവുന്ന ആനകളെ നാടുകടത്താനൊക്കെയാണ് പൊതുവെ നമ്മൾ അത്തരം കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ലോറിയിൽ കയറ്റുകയും അങ്ങനെ ആനയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം ആദ്യം ആനയെ നിരീക്ഷിക്കണം, ആനയുടെ ആരോഗ്യസ്ഥിതി പരീക്ഷിക്കണം. അതിനുശേഷം മയക്കുവെടി വെച്ച് ആനയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം, പ്രധാനപ്പെട്ട ഈ ഒരു മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളുടെ ആവശ്യം ഈ ഒരു ഘട്ടത്തിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആന അവശ നിലയിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് അവർക്കടക്കം ലഭിക്കുന്ന ഒരു സൂചന ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആ തലത്തിലേക്കുള്ള ഒരു ആവേശമോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഊർജ്ജമോ പൊതുവെ ഇല്ല. ഓരോ ദിവസം കഴിയുന്നതോടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവശനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ ഒരു ഉപയോഗം ഇപ്പോൾ വരുന്നില്ല. പക്ഷെ ആവശ്യമാണെങ്കിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ കുങ്കിയാനകളെ വിളിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കോന്നി സുരേന്ദ്രനും വിക്രമൊക്കെ തയ്യാറാണ്. വിളിച്ചാൽ ഏത് സമയത്തും ഇവിടേക്ക് എത്തും, അതിനുള്ളിലേക്ക് എത്തും. അതേസമയം മറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ആനന്ദ്? ഇപ്പോൾ ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയുടെ അവസ്ഥ എന്താകും? ആനയെ പിന്നെ എങ്ങനെയാണ്, ഇപ്പോൾ ചികിത്സ ആവശ്യമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണോ? അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഈ പ്രദേശത്ത് ആ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യമൊക്കെ എങ്ങനെയാണ്? ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് 20 അംഗ സംഘ ഡോക്ടർമാരടങ്ങുന്ന ഒരു വിഭാഗമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ മയക്കുവെടിക്കാരുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട്. എന്തായാലും ഈ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ആദ്യം ആനയെ ലൊക്കേറ്റ് ചെയ്യണം. ഈ മയക്കുവെടി വെച്ചാൽ തന്നെ ആ ചികിത്സിക്കാനുള്ള ആ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ അടക്കം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആനയെ അടുത്ത് കിട്ടണം. അതിനുശേഷം ആനയെ നേർക്ക് നിന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, അതായത് മയക്കുവെടി വെച്ചാൽ തന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിന് ആനയെ അടുത്ത് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. എത്രത്തോളം സന്നാഹമുണ്ട് ആനന്ദ് അവിടെ? ഇപ്പോൾ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ഈ മയക്കുവെടി വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം ജനപ്രതിനിധികൾ ഈ ഒരു പ്രദേശത്തിൻ്റെ, ഇപ്പോൾ ആന തുടരുന്ന ആ പ്രദേശത്തിൻ്റെ സാഹചര്യം, കൂടുതൽ ഈ ദൗത്യ സംഘത്തിൽ എത്രത്തോളം ആളുകളുണ്ട്, മറ്റു വിവരങ്ങൾ എന്താണ്? ഈ ദൗത്യ സംഘത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 30-40 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 20 കുറയാത്ത സംഘമുണ്ട്. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഒന്നും കുറവില്ല. കാരണം ഓരോ ദിവസം കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്തേക്ക് വനംവകുപ്പ് വിന്യസിച്ചിരുന്നു. DFOയുടെ നേതൃത്വത്തിൽ നേരിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നു. എന്തായാലും കൃത്യമായിട്ട് 5-6 സംഘങ്ങളായിക്കൊണ്ടാണ് ഇപ്പോൾ കാട്ടിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘത്തിൽ ഏതാണ്ട് 4 മുതൽ 5 വരെ ആളുകളുണ്ട്. വാഹനങ്ങളിലും അല്ലാതെയുമായൊക്കെയാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സംഘാംഗങ്ങൾ. ആനയെ ലഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനുകൂലമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇതിനൊരു ടെറൈൻ, അതായത് ഈ ഒരു പശ്ചാത്തലം, ഈ ഭൂപ്രകൃതി എല്ലാം ചിലത് പ്രതികൂലമാണ്. ഒരു റബ്ബർ കാടിന്റെ അകത്ത് വെച്ചുകൊണ്ട് ആനയെ അത്തരത്തിൽ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഇന്നലെ നടത്തിയിരുന്നത്. പക്ഷെ അത് ഉൾക്കാട്ടിലേക്ക് വലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്കുള്ള അനുകൂലമായിട്ടുള്ള ഭൂപ്രകൃതി വെച്ച ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതേ സമയത്ത് തന്നെ ഈ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്നാലും ദൗത്യ സംഘം നീങ്ങുന്നത്.
ഏറെ വിവാദം സൃഷ്ടിച്ച കലാരാജുവിന്റെ തട്ടിക്കൊണ്ടുപോകൽ അതുമായി ബന്ധപ്പെട്ട് CPM പറയുന്ന ഓരോ വാദങ്ങളും ഓരോ ദിവസം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുകയാണ്. കലാരാജു ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക് കലാരാജുവിനെ ആക്രമിച്ച വൈസ് ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസിനെതിരെയും പരാതിയിൽ പറയുന്നുണ്ട്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, ആരെയൊക്കെ കുറിച്ചായിരുന്നു ഈ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്? കാരണം ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്നായിരുന്നല്ലോ CPMന്റെ വാദം. പക്ഷേ ഈ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ പരാതിയിൽ പരാമർശിച്ചിരുന്നത്? ദേവിക, ഗുഡ് മോർണിംഗ്. CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സമ്മേളനം ആരംഭിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോൾ CPMന്റെ ജില്ലാ സമ്മേളനത്തിന് എറണാകുളത്ത് കൊടിയുയരാൻ നിൽക്കുമ്പോഴാണ് ഈ CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കി ഓരോ ദിവസവും കൂത്താട്ടുകുളത്തെ സംഭവം മാറുന്നത്. കൂത്താട്ടുകുളത്തെ സംഘർഷം അത്ര വലിയ ഗൗരവത്തിലെടുക്കേണ്ട എന്ന് പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുമ്പോഴും പക്ഷേ അത് പാർട്ടിക്ക് തലവേദനയായി മാറുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ടെത്തി കൂത്താട്ടുകുളത്തെ സംഭവം ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഞാൻ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ കലാരാജു ഏതെങ്കിലും തരത്തിൽ കൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും കത്ത് പാർട്ടിക്ക് ഒരു പരാതിയായി നൽകിയിരുന്നോ എന്ന കാര്യം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു മുഖവിലക്കെടുക്കേണ്ട പരാതി അങ്ങനെ ഒന്നും തന്നെ കലാരാജു ഞങ്ങൾക്ക് തന്നിട്ടില്ല. പാർട്ടി സംവിധാനം അനുസരിച്ച് കത്ത് നൽകിയാൽ ആ കത്ത് പരിശോധിക്കുന്നതിന് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് എന്ന തരത്തിലായിരുന്നു മോഹൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും പക്ഷേ ആ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ പ്രധാനമായും ഇങ്ങനെയാണ്: 8 പേജുകളുള്ള പരാതിയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും കലാരാജു നൽകിയിരിക്കുന്നത്. ആ കത്ത് നൽകുന്നത് 2024 10ാം മാസത്തിലാണ് ഈ കത്ത് നൽകുന്നത്. ആ 10ാം മാസത്തിൽ ഈ കത്ത് നൽകുമ്പോൾ തന്നെ അത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് CPM ജില്ലാ സെക്രട്ടറിക്ക് 21/9/2024 ആ കത്ത് ജില്ലാ സെക്രട്ടറിക്ക് നൽകുന്നത്. കത്ത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: സഖാവെ, ഞാൻ പാർട്ടി മെമ്പറും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൗൺസിലറുമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തക കൂടിയായ ഞാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയും CDS ചെയർപേഴ്സണുമായി നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് PN രാധാകൃഷ്ണൻ 2021 മെയ് 5-ന് കോവിഡ് ബാധിച്ചാണ് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത് എന്ന് തുടങ്ങി. അതായത് പാർട്ടി ചുമതലകൾ പറഞ്ഞുകൊണ്ടാണ്, അതായത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഇപ്പോൾ നിലവിൽ പാർട്ടി കേഡറുമായിട്ടുള്ള CDS ചെയർപേഴ്സൺ ആയിട്ടുള്ള മഹിളാ ജനാധിപത്യ അസോസിയേഷൻ, അതായത് CPMന്റെ വനിതാ സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഇപ്പോൾ ഇരയാക്കപ്പെടുകയും അതുപോലെ തന്നെ വിമത പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന കൂത്താട്ടുകുളത്തെ കൗൺസിൽ കലാരാജു ഇങ്ങനെയാണ് ആ കത്ത് ആരംഭിക്കുന്നത്. ആ കത്ത് ആരംഭിച്ച് അവരുടെ ഭർത്താവ് എടുത്ത ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. നഗരസഭയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആ പരാതിയിൽ പറയുന്ന ഒരു പരാതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കത്തിനെയാണ് പാർട്ടി അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് കലാരാജു നൽകിയിട്ടില്ല എന്നൊരു വാദവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അത് പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ട ചില വീഡിയോകളുണ്ട്, ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാര്യം പറയുന്നത് ഈ കലാരാജുവുമായി ബന്ധപ്പെട്ട്, അതായത് നഗരസഭ അധ്യക്ഷയുടെയും അതുപോലെ തന്നെ സഹ കൗൺസിലർമാരുടെയും ചില പാർട്ടി ലീഡർഷിപ്പിൻ്റെയും ഒക്കെ കൂടെ കലാരാജുവിനെ നഗരസഭ കവാടത്തിൽ നിന്നും ഈ സംഘർഷത്തിനിടയിൽ നിന്നും പിടിച്ച് അവിടെ പാർട്ടി ഓഫീസിലേക്ക്, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം വളരെ സൗമ്യമായിട്ടാണ് അവരോട് പെരുമാറിയത് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ വിശദീകരണം. പക്ഷേ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായ ചില ഭീഷണിപ്പെടുത്തലുകൾ ആ കലാരാജുവിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭരണം നമ്മുടെ പക്ഷത്താണ്, പോലീസ് നമ്മളെ കൂടെയാണ്, ഭരണ സംവിധാനം നമ്മളെ കൂടെയാണ്, എന്ത് വേണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ കലാരാജുവിനോട് നടത്തുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കലാരാജുവിനെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്ന സമയം ഈ CPM
ജില്ലാ സെക്രട്ടറി പറഞ്ഞതുമായി ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്കത് വ്യക്തമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും കലാരാജുവുമായി ബന്ധപ്പെട്ട്, കൂത്താട്ടുകുളം നഗരസഭയുമായി ബന്ധപ്പെട്ട്, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് കലാരാജു ഉയർത്തിയ ചില ആരോപണങ്ങൾ അവിടെ വസ്തുതാപരമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. കാരണം കലാരാജു കൂത്താട്ടുകുളം നഗരസഭയുടെ സെൻട്രൽ, അതായത് കൂത്താട്ടുകുളം നഗരത്തിന്റെ വാർഡിലെ കൗൺസിലർ കൂടിയാണ്. അവിടെയാണ് കൂത്താട്ടുകുളത്തെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില അഴിമതികൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലെ ചെയർപേഴ്സണും ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സണ്ണി കുര്യാക്കോസിനെതിരെ അടക്കം ഈ പരാതിയിൽ 2024 തന്നെ കൊടുക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിൽ കൂടി ഇനി കൂടുതൽ വ്യക്തത വരാനുണ്ട്. വീണ, അഖിൽ, അതേസമയം ഈ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ ഇപ്പോൾ അഖിൽ സൂചിപ്പിച്ച അഴിമതിയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് അവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളും പിന്നീട് ഇപ്പോൾ ഈ കത്തില്ല എന്ന് കള്ളം പറഞ്ഞതുൾപ്പെടെ ജില്ലാ സമ്മേളനത്തിൽ എങ്ങനെ CPM മറുപടി പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ കൊല്ലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. വീണ, കൊല്ലത്ത് നിന്ന് ജില്ലാ സമ്മേളനം ആരംഭിച്ച് അത് തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും ഒക്കെയായി ഇങ്ങനെ സഞ്ചരിച്ചാണ് ഏറ്റവും അവസാനത്തെ ജില്ലകളിലേക്ക് കടക്കുന്നത്. എറണാകുളത്തേക്കും ഇടുക്കിയിലാണ് ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനങ്ങൾ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്. ഈ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ചില വകുപ്പുകൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ജില്ലാ സമ്മേളനങ്ങളുടെ പല സമ്മേളന വേദികളിലും ഉയർന്നിരുന്നു. സമ്മേളന വേദികളിൽ പല പ്രതിനിധികളും സർക്കാരിൻ്റെ പല ചെയ്തികളെയും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ പല ജില്ലാ സമ്മേളന വേദികളിലും ഉണ്ടാകുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളന കാലയളവിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ പ്രവർത്തനമടക്കം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട്. കൂത്താട്ടുകുളത്തിന് പുറമെ MA ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ അടക്കം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി ഉയരാൻ തന്നെയാണ് സാധ്യത നിൽക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തിരിച്ചടി, പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടി അടക്കം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിക്കും എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. കാരണം ജില്ലാ സമ്മേളനം വലിയ വിവാദങ്ങൾക്കിടയിലാണ് നാളെ കൊടിയുയരാൻ പോകുന്നത്. വീണ, ഓക്കെ, നോക്കാം എന്താണ് CPM ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. ആദ്യം CPM പറഞ്ഞത് ഇത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കള്ളക്കളിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് പൊളിക്കുന്ന വീഡിയോ ജനം TV തന്നെ പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ ആ കത്തും ജനം TV തന്നെ പുറത്തേക്ക് വിടുകയാണ്. എന്നാലും അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ MLA IC ബാലകൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. ബത്തേരി DYSP ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അർജുൻ, എപ്പോഴായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക? മറ്റ് വിശദാംശങ്ങൾ കൂടി. ദേവിക, വീണ, ഗുഡ് മോർണിംഗ്. ഇന്ന് അല്പസമയത്തിനകം IC ബാലകൃഷ്ണൻ ഇത്തരത്തിൽ വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം DYSP ഓഫീസിലെത്തി ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ND അപ്പച്ചൻ, അതുപോലെ തന്നെ KK ഗോപിനാഥൻ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ തുടങ്ങിയവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. അതുകൊണ്ട് സ്വാഭാവിക നടപടിയാണ് ഇത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുക, വിട്ടയക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണിത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കോടതി ജാമ്യം നൽകിയിരുന്നെങ്കിലും പിന്നീടും വലിയ രീതിയിലുള്ള പാർട്ടി പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം ഇത്തരത്തിൽ ND അപ്പച്ചനെയും അതുപോലെ തന്നെ KK ഗോപിനാഥനെയൊക്കെ പോലീസ് വിളിച്ചു വരുത്തുന്നു. പിന്നീട് 2 ദിവസത്തിലധികമുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് കുറച്ച് രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടർന്ന് DCC ഓഫീസിൽ അടക്കം പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് KPC പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നുള്ളതാണ്. അതാണ് പ്രധാനമായും കോൺഗ്രസിനെ വലിയ രീതിയിൽ അലട്ടുന്നത്. KPC പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പാർട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അന്വേഷിക്കുന്നത് ബത്തേരി DYSP ആണ്. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവരാണ് ഇന്ന്
ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും. ഐ സി ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് ഒരു താൽക്കാലിക ആശ്വാസം ഐ സി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള ഒരു ചെറിയ സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ NM വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം MM ഹസൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അവർ ചർച്ച നടത്തി, കുടുംബവുമായി ചർച്ച നടത്തി തങ്ങൾ പാർട്ടി ഏറ്റെടുക്കാം ഈ വിഷയം എന്ന് പറയുകയും ഇത്തരത്തിൽ ഈ സാമ്പത്തിക ബാധ്യത തങ്ങൾ ഏറ്റെടുക്കാമെന്ന് നേരത്തെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KPCC ഉപസമിതി രൂപീകരിച്ചിരുന്നു. അതായത് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചിരുന്നു. ആ ഉപസമിതി ഇപ്പോൾ വന്നു പോയിട്ട് 2-3 ആഴ്ചകളായി. പക്ഷെ ഇതുവരെയും യാതൊരു വിധത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയും അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് അന്വേഷിച്ചതെന്ന് പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. പാർട്ടി തലത്തിൽ ഇതുവരെയും ഈ നേതാക്കൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കുകയോ അവരോട് വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബത്തിന്റെ അടുത്ത് പോയി അവർ പറയുന്നത് കേട്ട് അവരെ സമീപിച്ച് കൊണ്ടുവന്നതല്ലാതെ ഇവരോട് ഇത്തരത്തിൽ ഈ വ്യക്തികളോട് അല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവരോട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്നെയും അല്പസമയത്തിനകം ഐ സി ബാലകൃഷ്ണൻ ബത്തേരി ഡിവൈഎസ്പി ഓഫീസിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി. അർജുനാണ് വിവരങ്ങൾ നൽകുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വരുമാനത്തിൽ മാത്രം കണ്ണുവയ്ക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്ര സംരക്ഷണത്തിൽ കണ്ണടയ്ക്കുകയാണ്. കൊല്ലത്ത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള വേണുഗോപാലസ്വാമി ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇന്ന് പരിതാപകരമാണ്. വർഷങ്ങളായി നവീകരണമില്ലാത്തതിനാൽ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലാണ് കൃഷ്ണപുരിയിലെ ഈ ക്ഷേത്രം. കൃഷ്ണപുരിയിലെ ശ്രീ വേണുഗോപാലസ്വാമി ക്ഷേത്രം പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ദർശനത്തിനായെത്തുന്ന ഓരോ ഭക്തനും മനോവിഷമമുണ്ടാക്കുന്നതാണ് ഉള്ളിലെ കാഴ്ചകൾ. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം, എന്നാൽ കാഴ്ചയിൽ ഭക്തമനസ്സുകളെ മുറിവേൽപ്പിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ഭക്തർക്കാവില്ല. ശ്രീകോവിലിന്റെയും നടപ്പന്തലിന്റെയും ചുമരുകൾ തകർന്നിട്ടുണ്ട്. മേൽക്കൂരകൾ അടർന്നു വീഴുന്നു. താഴികക്കുടമടക്കം തകർന്ന നിലയിലാണ്. ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം 1955 പുനരുദ്ധാരണം ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നാളിതുവരെയായിട്ട് ഒരു അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ മുകൾ ഭാഗം ഇരിക്കുന്ന കമ്പി ഉൾപ്പെടെ ദ്രവിച്ച് ആ കോൺക്രീറ്റുകൾ മാറി വിണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അനവധി ഭക്തജനങ്ങൾ വന്ന് ക്ഷേത്രത്തിൽ കണ്ടിട്ട് അവർ മാനസികമായ വിഷമമുണ്ട്. പക്ഷേ അവർ പല കാര്യങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. പല ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്ക് പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ദേവസ്വം ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. താല്പര്യത്തോടെ മുന്നോട്ട് വരുന്ന ഭക്തജനങ്ങളെ അകറ്റി നിർത്തുന്ന സമീപനമാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടൻ ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച വഴിപാട് നിരക്കുകൾ ഇവിടെ കാണാം. വരുമാനം മാത്രം മതി. അതിൽ ഭക്തർക്ക് വായനയ്ക്കുള്ള കറണ്ട് ചാർജായി 200 രൂപ പോലും ഈടാക്കുന്നു എന്നതാണ് പ്രധാനം. പൂജ ചെയ്യാനെത്തുന്ന ശാന്തിക്കാർ ശ്രീകോവിലിനുള്ളിലെ കാര്യം പറയുമ്പോൾ ഉപദേശക സമിതി അംഗങ്ങൾക്കും ദുഃഖമുണ്ട്. പൂജാരി നമ്മളടുത്ത് പറയുന്നത് നമുക്ക് കയറാൻ പറ്റില്ല. പൂജാരി പറയുന്നത് അകത്തിരിക്കുന്ന വിഗ്രഹം തന്നെ ആടിയിരിക്കുകയാണ്. കുളിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം ആ വിഗ്രഹം ഇരിക്കുന്നത്. അത് ദേവസ്വം ബോർഡ് കൊണ്ടുവച്ചാണ്. അവർക്ക് തോന്നുന്ന പൈസ അവർ പ്രിൻ്റ് ചെയ്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു ഭക്തൻ ഒരു വായന നടത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു 200 രൂപ കറണ്ട് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. സമീപത്തായി മറ്റൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നതായും അത് തകർക്കപ്പെട്ടതായും ഭക്തർ പറയുന്നു. എന്നാൽ ആ ക്ഷേത്രം ഇന്നില്ല. ഗണപതി പ്രതിഷ്ഠയും നന്ദികേശനുമാണ് ബാക്കിയുള്ളത്. ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി നിയമ പോരാട്ടം നടത്തുകയാണിവർ. കോതേശ്വരം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ സ്ഥലങ്ങൾ പൊതുജനങ്ങൾ സംരക്ഷണയിലൂടെയാണ് നിൽക്കുന്നത്. അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുക്കുകയും അതിനെതിരെ ഞങ്ങൾ വിജിലൻസിനൊക്കെ പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ കേസ് ഞങ്ങൾ സ്വകാര്യമായി ചെയ്തിട്ടുള്ളതാണ്.
ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നിരന്തരം ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. വേണുഗോപാലസ്വാമിയുടെ സന്നിധിയിൽ നിറകണ്ണുകളോടെ നിൽക്കേണ്ടി വരികയാണ് ഇവിടെയുള്ള ഓരോ ഭക്തനും. ഭക്തരിടുന്ന കാണിക്കയടക്കം ക്ഷേത്രത്തിലെ മുഴുവൻ വരുമാനവും കൈക്കലാക്കുന്നത് ദേവസ്വം ബോർഡ്. എന്നാൽ ക്ഷേത്രത്തിന് വേണ്ട അടിസ്ഥാനപരമായ ഒരു നവീകരണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അധികൃതർ ഇങ്ങനെ കണ്ണടച്ച് ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വിട്ടുനൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. ദേവസ്വം ബോർഡിന്റെ വരുമാനമായി കിട്ടുന്ന പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം എപ്പോഴും ഭക്തർ ഉയർത്തുന്ന കാര്യം. നിരന്തരമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നത് ദേവന് മാത്രമല്ല, ദേവാലയത്തിനും കൂടിയാണ് ജനങ്ങൾ പൈസ നൽകാറ്. പക്ഷെ അത് എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പറയാൻ. ഇതുപോലുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ സത്യത്തിൽ പരിതാപകരം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് തലസ്ഥാനത്തേക്ക് എത്താം. ഭരണ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ശേഷം ഫെബ്രുവരി 7-ന് ബജറ്റ് അവതരണത്തിനായി സഭ സമ്മേളിക്കും. ബ്രൂവറി, ഡിസ്റ്റിലറി വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നും സഭയിലെത്തും. എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കഴിഞ്ഞ ദിവസം സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി എഴുതിയ വാഴ്ത്തുപാട്ടിലും വളരെ രസകരമായിട്ടുള്ള ചില സംഭാഷണങ്ങളും അവിടെ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നും ആ വിഷയങ്ങളെല്ലാം ചർച്ചാ വിഷയം ആകുമെന്ന് തന്നെ കരുതേണ്ടതുണ്ട് അല്ലേ? മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് അതിൽ മറുപടി പറയുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ദേവിക, അങ്ങനെ തന്നെയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന ചർച്ച ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 3-ാം ദിവസം ഇന്ന് ചർച്ച കഴിയുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ അടക്കം മറുപടി നൽകുന്നുണ്ട്. ആ മറുപടിയിലാണ് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി ഔട്ട്ലെറ്റ് അനുവദിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എന്താണ് പറയാൻ പോകുന്നത്. അത് പ്രതിപക്ഷമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ഉന്നയിച്ചതുപോലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒയാസിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിക്ക് വഴിവിട്ട രീതിയിൽ സർക്കാർ ഇടപെടൽ നടത്തിയാണ് ഈ ഒരു ടെൻഡർ പോലും വിളിക്കാതെ ബ്രൂവറി ഔട്ട്ലെറ്റിന് അനുമതി നൽകിയിട്ടുള്ളത്. അത് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിക്കും, മറുപടി നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 2 വകുപ്പുകളെ, വ്യവസായ വകുപ്പുകൾ അടക്കമുള്ള വ്യവസായ വകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും CPIയുടെ കയ്യിലുള്ള എക്സൈസ് വകുപ്പിനെ കറവപ്പശു എന്നുള്ള രീതിയിലൊക്കെ വിമർശിച്ചിട്ടുണ്ട് പ്രതിപക്ഷ MLA-മാർ. സ്വാഭാവികമായും ഇതിലടക്കം മറുപടി മുഖ്യമന്ത്രി എന്ത് പറയുമെന്നുള്ളതാണ് ഇന്നത്തെ സഭാ സമ്മേളനം കാത്തിരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചതിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിയും. ഇനി 7-ാം തീയതി ബജറ്റ് സമ്മേളനത്തിനായിട്ടാണ് നിയമസഭ വീണ്ടും ആരംഭിക്കാൻ പോകുന്നത്. മാത്രമല്ല, വിവിധ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ ക്ഷണിക്കലും അടിയന്തര പ്രമേയവുമായിട്ടൊക്കെ സഭയിലേക്ക് എത്താൻ പോവുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുനമ്പം ഭൂമി പ്രശ്നം. അത് ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധം, സമരമൊക്കെ ഇന്ന് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് റോജി എം ജോൺ MLA ആണ് ഈ ഒരു വിഷയം സഭയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വിഷയത്തിൽ മൗനം സ്വീകരിക്കുന്നു. പ്രതിപക്ഷമടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോഴും BJP അടക്കം വലിയ രീതിയിൽ മുനമ്പം പ്രശ്നം ഉയർത്തിക്കാട്ടുമ്പോഴും വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് സർക്കാർ പല ഘട്ടങ്ങളിലും തയ്യാറായിട്ടില്ല. ഇതിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും. മറ്റൊന്ന്, സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വന്യമൃഗ ശല്യം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതടക്കം ശ്രദ്ധ ക്ഷണിക്കലായി ഇന്ന് ഭരണപക്ഷം തന്നെ ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഒപ്പം തന്നെ വന്യമൃഗ ശല്യങ്ങൾ കഴിഞ്ഞ ദിവസം അടക്കം ഈ സഭാ സമ്മേളനം നടക്കുന്ന കാലയളവിലാണ് കാട്ടാന ആക്രമണം അടക്കം നടക്കുകയും ചിലർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇന്ന് സഭയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതടക്കം എന്ത് മറുപടി മുഖ്യമന്ത്രിയും സഭ ചുമതലയുള്ള മന്ത്രിമാരും നൽകുമെന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഒപ്പം തന്നെ ഈ മദ്യനിർമ്മാണശാല അനുവദിച്ചതിലെ പ്രധാന ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. റൂൾ 50 പ്രകാരം മുനമ്പം വിഷയം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കലിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സഭയിലേക്ക് എത്തുമ്പോൾ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം അവതരിപ്പിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാഴ്ത്തുപാട്ട്, അത് ധനപ്രതിസന്ധി ചർച്ച
ചർച്ച ചെയ്യുന്നതിനിടയിലും ഒപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെയുമുള്ള ചർച്ചയ്ക്കിടയിലാണ് ഈ വിഷയം അവിടെ എത്തുകയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാഴ്ത്തുപാട്ട് പാടിയതിനു ശേഷം NGO അസോസിയേഷൻ അടക്കമുള്ളവരുടെ ഭാരവാഹികൾ സ്റ്റേജിന് പിന്നിൽ പോയി കരയുകയായിരുന്നു എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പ്രതികരണം ഇന്ന് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി ശ്രദ്ധ ക്ഷണിക്കൽ നടപടികളോടുകൂടിയായിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുക. മുഖ്യമന്ത്രിയുടെ മറുപടിയോടുകൂടി ഇന്നത്തെ സഭാ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. ശേഷം ഫെബ്രുവരി 7 വീണ്ടും ബജറ്റ് സമ്മേളനത്തിനായി സംസ്ഥാന ബജറ്റിനായി സഭ വീണ്ടും സമ്മേളിക്കുകയും ചെയ്യും. ദേവിക. ഓക്കെ, ശരി ശാലിനി. ചില കമൻറ്റുകൾ നോക്കിയപ്പോൾ ശ്രീനാഥ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അരിക്കൊമ്പൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അരിക്കുട്ടൻ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അരിക്കൊമ്പൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, വല്ല വിവരവും ഉണ്ടോ എന്ന്. അരിക്കൊമ്പൻ നമ്മൾ സേഫാക്കി കാട് കയറ്റി വിട്ടല്ലോ. അപ്പോൾ ഇനി ആ കാട്ടിലങ്ങനെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നിരീക്ഷണത്തിനൊക്കെ അപ്പുറമായിരിക്കാം. ഗണേഷ് കുമാർ ജി സൂചിപ്പിക്കുന്നു, ഇന്ന് വാർത്താ ലോപമാണല്ലോ ജനത്തിന്. നമ്മൾ 5-6 വാർത്തകൾ ഈ അരമണിക്കൂറിനുള്ളിൽ കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ ഇനിയും ഉണ്ട്. ഒട്ടേറെ പറഞ്ഞു 1.5 മണിക്കൂർ കൂടി ഉണ്ട് ഗണേഷ് ജി. അപ്പം അതിൽ ഒരുപാട് വാർത്തകൾ ഇനിയും വരാനുണ്ട്, മുനമ്പത്തെ വാർത്തകളടക്കം. പിന്നെ നമുക്ക് സുപ്രഭാതം പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ നമ്മോടൊപ്പം തുടങ്ങി, ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ വാർത്തകളെല്ലാം പ്രതികരിച്ചുകൊണ്ട്. കഷായം എടുക്കട്ടെ കൊച്ചെ, ഒരു സ്പൂൺ എടുക്കാമെന്ന് ചോദിക്കുന്നു. എന്നോടായിരിക്കില്ല, ദേവിയോടും ആയിരിക്കില്ല, നമുക്ക് കരുതാം. അത് അങ്ങനെ. പിന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അദ്വൈത്. അദ്വൈതേ, സമയമുണ്ടല്ലോ, ഞങ്ങൾ തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? കുറച്ചൊരു എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ 3ാമത് സിറ്റിംഗ് ഇന്ന് നടക്കും. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നും ഇഷ്ടദാനം ലഭിച്ചതാണ് എന്നുമായിരുന്നു ഫറൂഖ് കോളേജ് അധികൃതരുടെ നിലപാട്. മുനമ്പത്ത് വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുടെ കിടപ്പ്, നിലവിലെ അവസ്ഥയടക്കമാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായി സമർപ്പിക്കേണ്ടത്. അഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജനതയുടെ സമരമാണ് മുനമ്പത്ത് നമ്മൾ കണ്ടത്. അത് വഖഫിനെതിരെയും ഒരു ഭരണ സംവിധാനത്തിനുമെതിരെയുമുള്ള ഒരു സമരമായി തന്നെ നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ പിന്നീട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ 3ാമത്തെ തവണയാണ് മുനമ്പവുമായി ബന്ധപ്പെട്ട് മൂന്നാമതും ഒരു സിറ്റിംഗ് നടത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ആ സിറ്റിംഗ് ഉണ്ടാകും. മുമ്പ് 2 തവണ സിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്തും ഭൂ ഉടമയായി വഖഫ് ബോർഡ് അടക്കമുള്ള കക്ഷിയുടെ വാദം എല്ലാം തന്നെ ജഡ്ജസ് CN രാമചന്ദ്രൻ കേട്ടിരുന്നു. അത് വിശദമായി കേൾക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത്, അത് വഖഫിൻ്റെ ഭൂമിയല്ല മുനമ്പത്തുള്ളത്, അത് അവിടെ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന അവിടുത്തെ സാധാരണക്കാരുടേതാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മുനമ്പത്തെ വഖഫ് ഭൂമിയല്ലെന്നും ഇഷ്ടദാനം ലഭിച്ച ഭൂമിയാണെന്നും ഫറൂഖ് കോളേജ് അധികൃതരുടെ നിലപാടിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ അന്വേഷണത്തിനുണ്ടായിരുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിറ്റിംഗാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് കൂടുതൽ ആൾക്കാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ, മറ്റൊന്നുകൂടിയുണ്ട് അഖിൽ. ഈ വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേരള കോൺഗ്രസും. വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്ന കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MPയുടെ പ്രഖ്യാപനം ചർച്ചയാവുകയാണ്. മുൻപം സമരപ്പന്തലെത്തിയപ്പോഴായിരുന്നു UDF പൊതുനിലപാടിന് വിരുദ്ധമായ പ്രഖ്യാപനം. അഖിൽ, ഇത് ഈ UDF പൊതുനിലപാട് എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത നിലപാടുകൾ പലവട്ടം മാറി മറിഞ്ഞതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കേരള കോൺഗ്രസ് ഇങ്ങനൊരു നിലപാടും കൂടി എടുക്കുമ്പോൾ, ഫ്രാൻസിസ് ജോർജ് ഇങ്ങനൊരു നിലപാടും കൂടി എടുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു പ്രതികരണവും തുടർന്ന് അവർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്നതും? എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണ്. UDFന് അത്യാവശ്യം നല്ല വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ മുനമ്പം വിഷയത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സംയുക്തമായ ആ പ്രമേയത്തെ കോൺഗ്രസ് തന്നെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അനുകൂലിച്ചതിനു ശേഷവും മുനമ്പത്തെത്തിയ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇത് വഖഫ് ഭൂമിക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ മുനമ്പത്ത് ജനതയ്ക്കൊപ്പം നിൽക്കുമെന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ നിലപാടിനൊപ്പമായിരുന്നില്ല അവരുടെ പ്രവൃത്തി എന്നത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ തെളിഞ്ഞതുമാണ്. പിന്നീട് കേരള കോൺഗ്രസ് രംഗപ്രവേശനം നടത്തുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പല വിഭാഗമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ 2 വിഭാഗമാണ് ഇപ്പോൾ നിലവിൽ UDFന് ഒപ്പമുള്ളത്. അതിൽ ഒരു വിഭാഗം പ്രബലമായ ഒരു വിഭാഗമാണ്, അതായത് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ
ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഒരു MP മാത്രമാണ് പാർലമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ബില്ല് സബ്മിഷനായി പാർലമെൻറ്റിൽ എത്തുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരിക്കും തൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നതാണ് കഴിഞ്ഞ ദിവസം മുനമ്പത്ത് എത്തിയ ഫ്രാൻസിസ് ജോർജ് MP-യുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഈ നിലപാട് അത് കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടല്ല ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്നത്. കാരണം കേരളത്തിന് പുറമെ പല പ്രദേശങ്ങളിലുമുള്ള ഭൂമിയിലൊക്കെ തന്നെ വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെ തന്നെ ഒരു ഇരട്ടത്തപ്പ് നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൽ കക്ഷിയിലുള്ള, അതായത് ഘടകകക്ഷിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കുക. അടിസ്ഥാനത്തിൽ, അതായത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലും അത് വലിയ പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി അഖിൽ. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. POS മെഷീനുകളുടെ സർവീസ് ഫീസ് സർക്കാർ കുടിശ്ശികയാക്കിയിട്ട് 9 മാസം. കുടിശ്ശികയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമായി സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ളത് 6.26 കോടി രൂപയാണ്. കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ ജനുവരി 31 ശേഷം സേവനം അവസാനിപ്പിക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചിട്ടുണ്ട്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം സാധാരണക്കാർ റേഷൻ കടകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ചിലരല്ല, ഒരുപാട് പേർ ഉണ്ട്. പക്ഷെ അവർക്ക് POS മെഷീനുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു തടസ്സം അവരുടെ അന്നം മുട്ടിക്കുന്ന സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരുമായി തന്നെ റേഷൻ വ്യാപാരികളുടെ ചർച്ചകൾ, പ്രത്യേകിച്ച് വാതിൽപ്പടി വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതകാല സമരങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ POS മെഷീനുമായി ബന്ധപ്പെട്ട കുരുക്കിലേക്ക് സർക്കാർ വീണ്ടും നീങ്ങുന്നത്. 6 കോടിയിലധികം രൂപ POS മെഷീൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനിക്ക് സർക്കാർ ഈ സേവനങ്ങൾക്ക് നൽകാനുണ്ട്. പക്ഷേ സർക്കാർ ഇതുവരെയും ഈ പണം നൽകാത്ത സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ 9 മാസമായി ഇത്തരത്തിൽ പണം നൽകാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കരാർ കമ്പനി കരാർ ഉപേക്ഷിച്ച് പോകും എന്ന നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വരുന്ന 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കൂടി കടക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും തന്നെ താളം തെറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. POS മെഷീനുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള കരാറാണ് സംസ്ഥാന സർക്കാർ 2017 ഈ സ്വകാര്യ കമ്പനിയുമായി നടത്തിയത്. പക്ഷേ ഈ സ്വകാര്യ കമ്പനിയുമായി 2017 കരാർ നടത്തിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ മാത്രമാണ് സ്വകാര്യ കമ്പനി നൽകിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ പണം നൽകിയത്. പക്ഷേ തുടർന്ന് സർക്കാർ യാതൊരു വിധമായ പണവും നൽകാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ 9 മാസമായി സംസ്ഥാനത്ത് POS മെഷീന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട സ്വകാര്യ കമ്പനിക്ക് നൽകിയ പണം, പ്രതിമാസം നൽകേണ്ട തുക സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഏകദേശം 6.26 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ഇനത്തിൽ മാത്രം നൽകാനുള്ളത്. പക്ഷേ ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ കടക്കുന്ന ഘട്ടത്തിൽ, അത്തരത്തിലുള്ള ഘട്ടത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് കൂടി എത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇത് ഏറെ ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. പ്രത്യേകിച്ച് ഈ റേഷൻ വിതരണം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരായ ജനങ്ങൾ. അവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും റേഷൻ വ്യാപാരികൾ പ്രത്യേകിച്ച് സമരവുമായി മുന്നോട്ട് പോകുന്ന ഈ ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് കടക്കുന്നത്. ഒപ്പം തന്നെ POS മെഷീനുകളുടെ മെയിൻ്റനൻസ് കൂടി സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയാതെ വന്നാൽ അത് റേഷൻ വിതരണത്തിൽ ഗുരുതര പാളിച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ തരത്തിലും അത് തിരിച്ചടിയാകും. റേഷൻ വിതരണം സംസ്ഥാനത്ത് മുടങ്ങുന്ന ഘട്ടത്തിലേക്ക് തന്നെ പോകും. മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം POS മെഷീനുകൾ പഞ്ച് ചെയ്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ ഈ റേഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാകുന്നത്. പക്ഷേ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെ വിഹിതം കൈപ്പറ്റിക്കൊണ്ടുമാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ റേഷൻ വിതരണം നൽകുന്നത്. പക്ഷേ ആ നൽകുന്നതിൽ പോലും സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ അന്നം നൽകുന്ന പദ്ധതിയാണ് ഈ റേഷൻ വിതരണം. ആ പദ്ധതി
നടപടിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇ-പേസ് മെഷീനുകളുടെ കരാർ പിൻവലിച്ച് കരാർ കമ്പനി പോകുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ റേഷൻ വിതരണങ്ങൾ അവതാളത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേവിക. ഓക്കെ, ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്കാണ് പോകേണ്ടത്. ഹൂത്തി വിമതർ ഭീകരർ തന്നെയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹൂതി വിമതർക്കെതിരായ ഉപരോധം നീക്കിയിരുന്നു. മുൻ ട്രംപ് ഭരണകൂടം ഹൂതി വിമതരെ ആഗോള അതിഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനം പുനഃസ്ഥാപിക്കുകയാണ് ട്രംപ്. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളും. ഐസൺ, ഓരോ ദിവസവും ഓരോ നിലപാടുകൾ പുതുതായി വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഓരോ വിഷയത്തിലും സ്വീകരിച്ചു പോകുന്നുണ്ട് ട്രംപ്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, ഏറെ കൃത്യമായ നിലപാടുകൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ ഉണ്ടായത്. അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും അത്തരം നിലപാടുകൾ അദ്ദേഹം വളരെ കൃത്യമായി ആവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഹൂതി വിമതരെ വീണ്ടും ആഗോള അതിഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ആ നടപടി. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ട്രംപിൻ്റെ മുൻ ഭരണകാലത്ത് ഹൂതി വിമതരെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് പല വിട്ടുവീഴ്ചകളും ചെയ്ത് ജോ ബൈഡൻ ഭരണകൂടം ആ ആഗോള ഭീകര സംഘടന എന്ന ആ ഒരു ഡെസിഗ്നേഷൻ പിൻവലിക്കുകയും ചെയ്തു. ആ പിൻവലിച്ച ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തെ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് വലിയ തോതിലുള്ള ആക്രമണം ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പല ബ്രിട്ടീഷ് കപ്പലുകൾക്കെതിരെ പോലും ആക്രമണം ചെങ്കടലിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ തുടർച്ചയായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുക, അതുപോലെ തന്നെ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുക, അത്തരത്തിൽ ആ മേഖലയിലെ ഇസ്രായേലിന് ചുറ്റുമുള്ള ഭീകര സംഘടനകളെ മുഴുവൻ പിന്തുണയ്ക്കുന്ന ഒരു നീക്കം ഹൂതി വിമതരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും ഇന്നും ഭീഷണി ഉണ്ടാക്കുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഹമാസുമായുള്ള വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യമായി അത് പുരോഗമിക്കുന്നൊരു വേളയിൽ വീണ്ടും ഒരു വെല്ലുവിളിയായി ഹൂതി വിമതർ നിലനിൽക്കുന്നു. വെടിനിർത്തലിന് കരാറുണ്ടായതിന് ശേഷവും ഹൂതി വിമതരുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളും തുടർച്ചയായി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു സാഹചര്യത്തിലാണ് പഴയ ആ ഒരു ആഗോള ഭീകര സംഘടന എന്ന പരാമർശം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് ഈ സംഘടനയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹൂതി വിമതർ ഭീകരർ തന്നെ എന്ന നിലപാടിൽ തന്നെയാണ്, അതിഭീകര സ്വഭാവമുള്ള സംഘടനയാണ് ഹൂതി വിമത സംഘടന എന്നതുകൊണ്ട് ആ സംഘടനയെ അത്തരം പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരം തീരുമാനം ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് ഇത്തരത്തിൽ അതിഭീകര സംഘടന ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, സ്വാഭാവികമായും ഈ ഹൂതി വിമതരുമായുള്ള ചർച്ചകളുടെ സാധ്യത കുറയുകയും കൃത്യമായ നടപടികളുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിൽ അതിഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമായുള്ള ഒരു പ്രതികരണമായി ഉണ്ടാവുക. തീർച്ചയായും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിലെ ഈ വെടിനിർത്തലിനെ ഏതെങ്കിലും രീതിയിൽ ഹൂതി വിമതരുടെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രതിരോധമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഹൂതി വിമതർ അതിഭീകര സംഘടന തന്നെ എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. അത് പുനഃസ്ഥാപിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ട്രംപിൻ്റെ ആ തീരുമാനത്തെ, ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തെ പുനഃസ്ഥാപിക്കുക കൂടിയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഐസൺ. മെക്സിക്കൻ അതിർത്തിയിൽ സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1500 സൈനികരെ മേഖലയിൽ വിന്യസിക്കും. അനധികൃത കുടിയേറ്റം തടയാനാണ് നീക്കം. ഇതിനിടെ അഭയാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നത് തടഞ്ഞുള്ള ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചു. അമേരിക്കയുടെ പ്രവേശന അനുമതി ലഭിച്ച അഭയാർത്ഥികളെയും വിലക്കിയിട്ടുണ്ട്. ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം, ഈ അഭയാർത്ഥികളെ കൂടുതലായി ഈ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യവും കൂടി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. കൃത്യമായ സംവിധാനങ്ങൾ ഇതിലൊരുക്കും. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നീക്കങ്ങളിലേക്ക് കൂടി ട്രംപ് കടന്നിട്ടുണ്ടല്ലേ ആദ്യഘട്ടത്തിൽ തന്നെ. തീർച്ചയായും ഈ അനധികൃത കുടിയേറ്റത്തിനും അതുപോലെ തന്നെ ഈ അഭയാർത്ഥി പ്രവാഹത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് തൻ്റെ നയമെന്ന് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് വേളയിലെ പല വേദികളിലും അദ്ദേഹം കൃത്യമായി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, UN അഭയാർത്ഥികളായി പ്രഖ്യാപിക്കുന്നവരെ അത് UN അംഗരാജ്യങ്ങൾ പ്രവേശിപ്പിക്കണമെന്നാണ് ഒരു നയം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചട്ടം നിലനിൽക്കുന്നത്. ഈ ചട്ടം നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ കൂടി ഇനി അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല. അത് അടിയന്തരമായി അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആദ്യ ദിവസങ്ങളിലെ എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഭാഗമായി 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം ലഭിച്ച, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ച, ലീഗലി അനുമതി ലഭിച്ച അഭയാർത്ഥികളെ പോലും, അത് അഭയാർത്ഥികളുടെ കാറ്റഗറി മാത്രമാണ്, കുടിയേറ്റക്കാരല്ല, അഭയാർത്ഥികളെ പോലും ഇനി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അഭയാർത്ഥി പ്രവാഹം കൃത്യമായി തടയുന്നതിനുള്ള നീക്കം
നീക്കമുണ്ടാകുമെന്ന അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം നടപ്പാക്കുക തന്നെയാണ്. വലിയ തോതിൽ UN അഭയാർത്ഥികളും അതല്ലാതെയുള്ള അഭയാർത്ഥികളുടെയും വലിയൊരു പ്രവാഹം ഈ രാജ്യത്തുണ്ടായതിൻ്റെ ഭാഗമായി തിങ്ങി നിറഞ്ഞ അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് തടഞ്ഞുകൊണ്ട്, ഇന്നലെ മുതൽ തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് എല്ലാ തരത്തിലും തടഞ്ഞുകൊണ്ട്, അനുമതി ലഭിച്ചവരെയും അവിടേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ മെക്സിക്കൻ അതിർത്തിയിലെ ശക്തമായ സേനാ വിന്യാസത്തിനുള്ളൊരു നീക്കവും, അതായത് നേരത്തെ പറഞ്ഞതുപോലെ മെക്സിക്കൻ അതിർത്തിയിൽ ആദ്യ ദിവസം തന്നെ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ മെക്സിക്കൻ അതിർത്തി വഴിയുള്ള ഡ്രഗ് കാർട്ടലുകൾ പ്രവേശിക്കുന്നത് തടയുന്നതിനുമുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തിയത്. അതിന് പിന്നാലെ തന്നെ കൃത്യമായ ചില നിലപാടുകളും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് 1500ഓളം സൈനികരെ മേഖലയിൽ അടിയന്തരമായി വിന്യസിക്കാൻ തീരുമാനമെടുത്തത്. ഇവർ ആ അതിർത്തി അനധികൃതമായി കടന്നു വരുന്ന എല്ലാവരെയും തടയുക, അല്ലെങ്കിൽ അവിടെ കൃത്യമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത്. തുടർ നടപടികളുടെ ഭാഗമായുള്ള ഓരോ നടപടിക്രമങ്ങളും നടക്കുമ്പോൾ അവിടെ സൈനിക സുരക്ഷ അനിവാര്യമാണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1500ഓളം സൈനികരെ അവിടെ വിന്യസിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ഇവർ നേരിട്ട് കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിനപ്പുറം കുടിയേറ്റത്തെ അതിർത്തി കടന്നു കയറുന്നവരെ, അത് പലതരത്തിലുള്ള അനധികൃതമായി കടന്നു കയറുന്നവരും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്തുന്നവരും എല്ലാം തന്നെ കർശനമായി തടയുക എന്ന തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ അതിർത്തി കടന്നു വരുന്ന ഭീകര സംഘടനകളായി ഈ മയക്കുമരുന്ന് കടത്തുകാരെ കാണുമെന്നാണ്. സ്വാഭാവികമായും വലിയ തോതിലുള്ള സൈനിക നടപടി അത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ നടത്താനുള്ള നീക്കവും അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരത പൂർണ്ണമായും അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ കുടിയേറ്റവും അനധികൃത കുടിയേറ്റവും പൂർണ്ണമായി തടയുന്നതിന് മെക്സിക്കൻ അതിർത്തിയിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ട്രംപിൻ്റെ നീക്കം. ഇതിന് പുറമെയാണ് 25% അധിക നികുതി മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഫെബ്രുവരിയിൽ നടപ്പാക്കുമെന്ന ട്രംപിൻ്റെ തീരുമാനവും. ദേവിക, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ ഐസലി, ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ വീണ്ടും ഇങ്ങനെ പടർന്നു പിടിക്കുകയാണല്ലോ. കോസ്റ്റക് തടാകത്തിന് സമീപമാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നതെന്നാണ് അറിയുന്നത്. 30 മൈൽ വേഗത്തിൽ കാട്ടുതീ വ്യാപിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ കാട്ടുതീ വരുമ്പോൾ അത് എത്രത്തോളം പ്രദേശത്ത് തീ പടർന്നിട്ടുണ്ട്, തുടർന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? വീണ, തീർച്ചയായും കാട്ടുതീ വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ മാസം ആദ്യം ഇത്തരത്തിലൊരു കാട്ടുതീ പടർന്നു പിടിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വൻതോതിൽ നമുക്കറിയാവുന്നതാണ് സ്റ്റീഫൻ സ്പീൽബർഗ് ഉൾപ്പെടെയുള്ള ബോളിവുഡിലെ പ്രശസ്തരായ നിരവധി പേരുടെ വീടുകൾ കത്തിനശിച്ചു. വീടുകൾ മാത്രമല്ല, പല പശ്ചാത്തല സൗകര്യങ്ങളും കത്തിനശിച്ചു എന്നത് വലിയൊരു പ്രശ്നം തന്നെയായി അമേരിക്ക നേരിടുകയാണ്. ട്രംപിൻ്റെ ആ പ്രസംഗത്തിൽ, അതായത് ആ സ്ഥാനമേറ്റ ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ആ പ്രദേശത്ത് അഗ്നിബാധ തുടരുകയാണ്. ഈ കോസ്റ്റക് തടാകത്തിൻ്റെ പരിസരത്തെല്ലാം തന്നെ വൻതോതിൽ തീപിടിക്കുന്നു. 8000 ഏക്കറോളം പ്രദേശം അഗ്നിബാധയ്ക്കിരയായി കഴിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വൻതോതിൽ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അത് അണയ്ക്കുന്നതിന്, നേരത്തെ ഈ അഗ്നിബാധ അണയ്ക്കുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചത് വാട്ടർ റിസോഴ്സസിലേക്ക് ഇത്തരത്തിലുള്ള അഗ്നിശമന സേനാ സംവിധാനങ്ങൾ, അത് ഏരിയൽ അഗ്നിശമന സംവിധാനങ്ങളാകട്ടെ, വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അഗ്നിശമന സംവിധാനങ്ങളാകട്ടെ, ഈ വാട്ടർ റിസോഴ്സസിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഈ തീ വിഴുങ്ങിയ ഈ മേഖല മുഴുവൻ ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഒരു തടസ്സമായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വൻതോതിൽ ഇത് പടർന്നു പിടിക്കുന്ന, ഒരു മണിക്കൂറിൽ 30 മൈൽ വേഗതയിൽ ആ മേഖല മുഴുവൻ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റ്, നേരത്തെ ഉണ്ടായിരുന്ന അത്ര ശക്തമായ കാറ്റ് ഇന്നില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എങ്കിൽ കൂടി ഈ കാറ്റ് വലിയൊരു വിഷയം തന്നെയാണ്. മാത്രമല്ല, ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകൾ ധാരാളമുള്ള ഒരു പ്രദേശത്ത് വൻതോതിൽ ഇത്തരത്തിൽ കാറ്റടിക്കുമ്പോൾ ആ മേഖല മുഴുവൻ കത്തിച്ചാമ്പലാകാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതുതന്നെയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഏറ്റവും വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. റെസ്ക്യൂവിനായി അല്ലെങ്കിൽ ഈ തീയണയ്ക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തെത്തുന്ന ഫയർ ടെൻഡറുകളെല്ലാം തന്നെ പെട്ടെന്ന് ആ ഏരിയയിലെത്തുമ്പോൾ തന്നെ അവരെ ചുറ്റും തീ വളയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഫയർ ടെൻഡറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഗ്നിശമന സേനാ പ്രവർത്തകർ അവിടെ എത്തുമ്പോൾ അവർക്ക് തിരിച്ചു പോരാനോ സുരക്ഷിതമായി പ്രവർത്തിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് വ്യോമ സംവിധാനങ്ങൾ വഴി അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളും മറ്റ് വിമാനങ്ങളും ഉപയോഗിച്ചുള്ള തീയണയ്ക്കാനുള്ള സംവിധാനം
സംവിധാനം ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളിലൂടെയും ഒരേ സമയം ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നേരിടേണ്ട ഒരു സാഹചര്യം പോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിൽ കൂടി വലിയ തോതിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 19,000-ഓളം പേരെ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ അതും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ തോതിൽ യാത്രാ സൗകര്യങ്ങളുള്ളൊരു പ്രദേശത്തല്ല തീപിടിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ സുരക്ഷാ നീക്കങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമായി ഇവരെ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആദ്യഘട്ടമുണ്ടായ അഗ്നിബാധയേക്കാൾ വലിയ തോതിലുള്ളൊരു അഗ്നിബാധയല്ല ഉണ്ടായിരിക്കുന്നത് എങ്കിൽ കൂടി മറ്റു ചില വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പഴയ രീതിയിലുള്ള വൻതോതിൽ തീ പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യത നിലവിലില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ശരിയായി സർ. വേറെ വിഷയങ്ങൾ രാവിലെ അല്ലേ രാജ്യാന്തര തലത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പിന്നിലേക്ക് നടക്കാമല്ലേ വേണം. നമ്മുടെ കുട്ടിക്കാലം ഓർത്തെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ. 600 വർഷത്തെ പാരമ്പര്യമുള്ള എട്ടിക്കൊപ്പക കളിപ്പാട്ട നിർമ്മാണത്തിന് വീണ്ടും പുതുജീവൻ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലൂടെയാണ്. എട്ടിക്കൊപ്പക കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം നിലയ്ക്കുന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇത്തരം കളിപ്പാട്ടങ്ങളെയും ഇത് നിർമ്മിക്കുന്ന CV രാജുവിനെയും മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ ആത്മനിർഭർ ഭാരതത്തിന് മുതൽക്കൂട്ടാവുകയാണ് എട്ടിക്കൊപ്പക കളിപ്പാട്ടങ്ങൾ. ഒരു കരകൗശല നിർമ്മാണം നശിക്കുമ്പോൾ ഒരു പാരമ്പര്യം തന്നെ ഇല്ലാതാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തുന്നതുവരെ എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണ പാരമ്പര്യത്തിന്റെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എന്നാൽ 600 വർഷം പാരമ്പര്യമുള്ള കളിപ്പാട്ട നിർമ്മിതികളിൽ ഇന്ന് വീണ്ടും ജീവന്റെ തുടിപ്പുകൾ കാണാം. ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തനിമയാണ് എട്ടിക്കൊപ്പക്ക ബൊമ്മലുകളിലൂടെ CV രാജു എന്ന കരകൗശലക്കാരൻ പ്രദർശിപ്പിക്കുന്നത്. കാലാതീതമായ കലാവൈഭവത്തിന് പേരുകേട്ട എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങൾ കേവലം കളിപ്പാട്ടങ്ങൾ മാത്രമല്ല, സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയാണ് ഇത്തരം കളിപ്പാട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഒരു കാലത്ത് വിപണികൾ അടക്കി വാണിരുന്ന കളിപ്പാട്ടങ്ങളായിരുന്നു ഇവ. എന്നാൽ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ അതിപ്രസരം എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളുടെ നിർമ്മിതിയെ അങ്ങേയറ്റം ബാധിച്ചു. 160 കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതമാർഗം ഇല്ലാതായി. എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങൾ വിപണിയിൽ നിന്നും മായാൻ തുടങ്ങി. 600 വർഷത്തെ പാരമ്പര്യത്തെ നിലനിർത്തണമെന്ന പിൻതലമുറക്കാരുടെ ആഗ്രഹം സഫലമാകാതെ പോകുമെന്ന മനോവിഷമത്തിലായിരുന്നു CV രാജുവും കരകൗശല നിർമ്മാണക്കാരും. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും എട്ടിക്കൊപ്പക്ക കളിപ്പാട്ടങ്ങളിലേക്കുള്ള ജനശ്രദ്ധ ആകർഷിച്ചത്. CV രാജുവിനെയും അദ്ദേഹം മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി. ഇതോടെ വിപണികളിൽ വീണ്ടും ഈ കളിപ്പാട്ടങ്ങൾ തലയുയർത്താൻ തുടങ്ങി. ആത്മനിർഭര ഭാരതത്തിനായുള്ള മുതൽക്കൂട്ടാവുകയാണ് ഇപ്പോൾ എട്ടിക്കൊപ്പക്ക ബൊമ്മലുകളും. നാഷണൽ ഡെസ്ക്, ജനം. അപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൂടി നോക്കാം. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി റിതുവുമായി തെളിവെടുപ്പ്. കൊലയിൽ പശ്ചാത്താപമില്ലെന്ന് റിതു. ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ മരിക്കാത്തതിൽ നിരാശയുണ്ടെന്നും പ്രതി. ഭീകരതയെ അടിച്ചമർത്താൻ ട്രംപ് ഭരണകൂടം യമനിലെ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഹൂതികളെ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ബൈഡന്റെ നിലപാടിനെ തള്ളി US പ്രസിഡന്റ്. മെക്സിക്കൻ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റത്തിന് തടയിട്ട് US. ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം. രാജ്യം പരാക്രം ദിവസായി ആചരിക്കുന്നു. നേതാജിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. പാലക്കാട്ടെ ബ്രൂവറി പ്ലാന്റ് അഴിമതി ഇന്നും നിയമസഭയിൽ. മുഖ്യമന്ത്രി മറുപടി പറയും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഇന്ന് പിരിയുന്ന സഭ ബജറ്റ് അവതരണത്തിനായി ഫെബ്രുവരി 7 ചേരും. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയില്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർക്ക് കല നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക്. ജനം എക്സ്ക്ലൂസീവ്. ബംഗളൂരു ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിലെ ദുരൂഹ മരണങ്ങളിൽ ഇടപെട്ട് കേന്ദ്രം. പുനരന്വേഷണം നടത്താൻ ഉത്തരവ്. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക പോലീസിന് നിർദ്ദേശം.
കുറങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കല്ല് സണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ ആനയെ കരകയറ്റാൻ ശ്രമം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ഉടൻ തുടങ്ങും. നേതാജി സ്മരണയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷിക ദിനം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പരാക്രം ദിവസിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. നിഖിൽ കുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, അപ്പോൾ എന്തൊക്കെ പരിപാടികൾ ഉണ്ട് പരാക്രം ദിവസിന്റെ ഭാഗമായി? വീണ, നിരവധി പരിപാടികൾ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പരാക്രം ദിവസം, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് നിരവധി പരിപാടികൾ തന്നെയാണ്. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയം ഈ ഒരു കർത്തവ്യത്തിൽ, അതായത് ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള നേതാജിയുടെ ആ ഒരു പ്രത്യേക പ്രതിമയിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആളുകൾ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ അവിടെ എത്തും എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. കാരണം ഇന്ന് കർത്തവ്യത്തിൽ ഈ ഒരു റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് ചില പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സൽ അടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനാൽ പ്രധാനമന്ത്രി എപ്പോഴെത്തും എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഒന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, ഒപ്പം തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ ഒരു ജന്മവാർഷികം വിപുലമായി ആഘോഷിക്കാൻ പലപ്പോഴായി തീരുമാനമെടുത്തത്. നമുക്കറിയാം 2021 അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തോടുള്ള ആദരം എന്ന സൂചകമായി ഈ ഒരു പരാക്രം ദിവസ്, അതുവരെ അങ്ങനെ ഒരു ദിവസമായി ആചരിച്ചിരുന്നില്ല. ഈ 2021 കേന്ദ്ര സർക്കാർ ഈ പരാക്രം ദിവസ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികം, ആ ജന്മദിനം, ആ വാർഷികം ആഘോഷിക്കാൻ തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ഒരു കർത്തവ്യപഥത്തിൽ, അതായത് ഇന്ത്യ ഗേറ്റിന് സമീപമായി ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിമ, അതും കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, BJP സർക്കാരാണ് അതിനും അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാനും തീരുമാനമെടുത്തു. അത് അതിവേഗത്തിൽ തന്നെ സ്ഥാപിക്കുന്നു. ആദ്യം ഹോളോഗ്രാം, പിന്നെ അത് പ്രതിമയായി മാറുന്നു. അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പരിപാടികൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട പല പരിപാടികളും, ഇപ്പോൾ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നേതാജിയുമായി ബന്ധപ്പെട്ട രേഖകൾ പലതും രഹസ്യ രേഖകളായിരുന്നു. അതും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ നേതാജിയെ കൃത്യമായി, നേതാജിക്ക് വേണ്ട അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള പല പരിപാടികൾ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് തുടർച്ചയെന്നോണം എന്തായാലും ഇത്തവണയും പരാക്രം ദിവസ് വിപുലമായി തന്നെ ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിട്ടുള്ളത്. വീണ, ഡൽഹി രാജ്യതലസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ ചടങ്ങുകൾ പലയിടത്തും നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. സേനാ വിഭാഗങ്ങളടക്കം പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രകടനങ്ങളുടെയും റിഹേഴ്സൽ കർത്തവ്യ പഥിൽ നടക്കും. പരേഡിന് മുന്നോടിയായി ശക്തമായ സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിഖിൽ, കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പേർ അവിടേക്ക് എത്തും. വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, മുഖ്യ അതിഥി ഉണ്ടാകും. പരേഡുമായി ബന്ധപ്പെട്ട് ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് അവിടെ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമുണ്ട്? ദേവിക, തീർച്ചയായും ആ തലസ്ഥാന നഗരി, രാജ്യ തലസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യപഥിലേക്കുള്ള ആ ഒരു വഴിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ, എനിക്ക് പിന്നിൽ കാണുന്ന പോലെ ഇവിടെ പോലീസ് സുരക്ഷാ സേനാംഗങ്ങളുടെയൊക്കെ വിപുലമായ ഒരു സുരക്ഷാ സജ്ജീകരണം തന്നെ ഇവിടെ നിന്ന് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു ഡ്രസ് റിഹേഴ്സൽ, ഫുൾ ഡ്രസ് റിഹേഴ്സലാണ്. അതായത് റിപ്പബ്ലിക് ദിന പരേഡ് എങ്ങനെ നടക്കുന്നു അതേ രീതിയിലുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ, അത് പരിപാടിയിൽ പങ്കെടുക്കുന്ന സേനാംഗങ്ങൾ, വിവിധ കലാപരിപാടികൾ, അവരുടെ എല്ലാം
ഫുൾ ഡ്രസ്സായിട്ടുള്ള റിഹേഴ്സൽ. അത് മാത്രമല്ല സുരക്ഷയുടെ കാര്യത്തിലും ഒരു ഫുൾ ആയിട്ടുള്ള സുരക്ഷ, പഴുതടച്ച സുരക്ഷ. അന്ന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അന്നത്തെ VVIPകൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ ആളുകളും, ഇന്ന് പബ്ലിക്കിന് എൻട്രി ഉണ്ട്, പക്ഷേ അതും പാസ് മുഖേന മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ഡ്രസ് റിഹേഴ്സലിലേക്കും പൊതുജനങ്ങൾക്കും ഇന്ന് പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയാണോ, അതായത് ഈ ജനുവരി 26-ന് എങ്ങനെയാണോ പരിപാടി നടക്കുക അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഒരുക്കങ്ങളും ഇന്നത്തെ ഈ റിഹേഴ്സലും ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ സേനാംഗങ്ങൾ അവരുടെ വിവിധ പ്രകടനങ്ങൾ, അഭ്യാസ പ്രകടനങ്ങൾ, അന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ അവർ പുറത്തെടുക്കുന്ന ആ ഒരു പ്രകടനങ്ങൾ, അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടാവും. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ അത് ഇന്ന് ഉണ്ടാവും. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപ്രകടനങ്ങൾ, വിവിധ ആളുകളുടെ പ്രകടനങ്ങൾ, അതിൻ്റെ എല്ലാം വിവിധങ്ങളായ പ്രകടനങ്ങളുടെ എല്ലാം അന്നെങ്ങനെയാണോ നടക്കുക അത് തന്നെ ഇന്നും നടക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയില്ല. ശക്തമായ സുരക്ഷ തന്നെയാണ് ഈ ഒരു കർത്തവ്യത്തിലും അതോടൊപ്പം രാജ്യ തലസ്ഥാനത്തും ഒരുക്കിയിട്ടുള്ളത്. 10,000 പേർ അതിഥികളായി ഈ ഒരു 26-ാം തീയതി ഈ ഒരു റിപ്പബ്ലിക് ഡേ വീക്ഷിക്കാൻ എത്തും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. 10,000 പേർ എത്തും. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ തന്നെ രാജ്യ തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കർത്തവ്യത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പിന്നിൽ ഒരു ചെക്കിംഗ് ഗേറ്റ് ഉണ്ട്. അതിനുശേഷം അങ്ങോട്ട് വിവിധങ്ങളായ ചെക്കിംഗ് ഗേറ്റുകളുണ്ട്. ആ ചെക്കിംഗ് ഗേറ്റുകളിലേക്ക് ഓരോ ചെക്കിംഗ് ഗേറ്റുകളിലും വിശദമായ പരിശോധനകൾ തന്നെ നടത്തി അന്ന് എങ്ങനെയാണോ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുക അങ്ങനെ തന്നെയാണ് ഇന്നും പ്രവേശിപ്പിക്കുക. VVIPകൾ ഒഴികെയുള്ള ബാക്കി പൂർണ്ണമായ സജ്ജീകരണങ്ങൾ സേനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഈ ഒരു ഇതിനുവേണ്ടി ഒരുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഏറ്റവും വലിയ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ സൈന്യത്തിൻ്റെ 30 അംഗ സംഘവും നമ്മളുടെ പരേഡിനൊപ്പം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ റിഹേഴ്സലും ഇന്ന് ഈ ഒരു ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഒപ്പം അതും ഇന്ന് എന്തായാലും നടക്കുന്നുണ്ട്. എന്തായാലും രാജ്യ തലസ്ഥാനം റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദേവിക. തിരുവനന്തപുരം സക്ഷമയുടെ ധീമഹി റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. വഴുതക്കാട് ശ്രീ മൂകാംബിക പുനരധിവാസ കേന്ദ്രത്തിലാണ് ധീമഹി പ്രവർത്തനം ആരംഭിച്ചത്. ദിവ്യാംഗ സമൂഹത്തിനാകെ ഗുണകരമാകുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് ധീമഹിയുടെ പ്രവർത്തനം. ഏറിവരുന്ന തെറാപ്പി ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ദിവ്യാംഗരുടെ ക്ഷേമത്തിനായുള്ള ദേശീയ സംഘടന സക്ഷമ ധീമഹി പുനരധിവാസ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. സേവാഭാരതിയുമായി സഹകരിച്ചാണ് നവീന തെറാപ്പി സംവിധാനങ്ങളോടെ വഴുതക്കാട് ശ്രീ മൂകാംബിക പുനരധിവാസ കേന്ദ്രത്തിൽ ധീമഹിയുടെ പ്രവർത്തനം. ജനറൽ ഫിസിയോതെറാപ്പി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ്, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവയിലെ ആധുനിക പുനരധിവാസ രീതികൾ ധീമഹിയുടെ ഭാഗമാണ്. ധീമഹിയുടെ പ്രവർത്തനോദ്ഘാടനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദക്ഷിണ കേരള പ്രാന്ത കാര്യവാഹ് TV പ്രസാദ് ബാബു നിർവഹിച്ചു. അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രേരണയോടുകൂടി നടക്കുന്നു. അതിൽ സേവാരംഗത്ത് പ്രവർത്തിക്കുന്ന അനവധി സംഘടനകളിൽ ഒന്നാണ് സക്ഷമ, അതുപോലെ തന്നെയാണ് സേവാഭാരതി. ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്ന സമയത്ത് എത്രമാത്രം ആശ്വാസം പല കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എന്നുള്ളതാണ്. ദിവ്യാംഗ സേവാ കേന്ദ്രം സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ബാലചന്ദ്രൻ മന്നത്തും ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം UST-CSR അംബാസിഡർ പ്രശാന്ത് സുബ്രഹ്മണ്യവും നിർവഹിച്ചു. സ്പീച്ച് തെറാപ്പി പദ്ധതി സേവാശക്തി ഫൗണ്ടേഷൻ പ്രതിനിധി അനിത മോഹനും കൗൺസിലിംഗ് പദ്ധതി സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഹരിയും നാടിന് സമർപ്പിച്ചു. ജനം, തിരുവനന്തപുരം. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെ സംഗീതം കൊണ്ട് ശോഭനമാക്കുന്ന ഒരു മിടുക്കനെ പരിചയപ്പെടാമിനി. ഓട്ടിസം എന്ന അവസ്ഥയെ സംഗീതം കൊണ്ട് തോൽപ്പിക്കുകയാണ് 6ാം ക്ലാസ്സുകാരൻ ഗൗതം. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല വലിയ പുരസ്കാരവും ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. ഗൗതമിന്റെ വിരലിൽ നിന്ന് വിരിയുന്ന സംഗീതത്തിന് ഇരട്ടി മധുരമാണ്. ഓട്ടിസം എന്ന രോഗത്തെ സംഗീതം കൊണ്ട് തോൽപ്പിച്ച കൊച്ചുമിടുക്കൻ ഗൗതം ശരിക്കും ഒരു അത്ഭുതമാണ്. വാക്കുകൾ കൊണ്ടല്ല ഈ കൊച്ചുമിടുക്കൻ സംസാരിക്കുന്നത്, വിരലിലെ സംഗീതം കൊണ്ടാണ്. അത്രമേൽ മധുരമുണ്ട് അനർഘനിർഘണമായി ഒഴുകുന്ന ഈ സംഗീതത്തിന്.
പാട്ട് അതൊറ്റത്തവണ മാത്രം കേട്ടാൽ മതി ഗൗതമിന്. പിന്നെ അത് കീബോർഡിലും പിയാനോയിലും വിരിയും. ഇതിൽ കൂടുതലൊന്നും ഗൗതമിന് പറയാനില്ല. വാക്കുകൾ കൊണ്ടല്ല ഗൗതം സംസാരിക്കുന്നത്, സംഗീതം കൊണ്ടാണ്. അതാണ് അവന്റെ ലോകം. ആ ലോകത്ത് മറ്റാർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഗൗതം എത്തിക്കഴിഞ്ഞു എന്നതിനുള്ള അംഗീകാരം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം. അവൻ 1 വയസ്സായപ്പോഴാണ് ഇത് തിരിച്ചറിഞ്ഞത്. അവൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് അവനവിടെ അന്ന് അവർ USA അവിടെ അവനെ 2 വർഷം പഠിപ്പിച്ചു. പിന്നെ നാട്ടിൽ വന്നതിൻ്റെ ശേഷം 3 മാസം അവനെ പഠിപ്പിച്ചു. കീബോർഡും പിയാനോയും അങ്ങനെ ഗൗതം ഇതെല്ലാം വായിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഗൗതമിന്റെ കയ്യിൽ ഒറ്റ ഉത്തരം: അമ്മയ്ക്ക് വേണ്ടി. ആ ഉത്തരത്തിലെല്ലാം ഉണ്ട്. ഓട്ടിസം എന്ന പ്രതിഭാസം യാതൊരുവിധ പരിമിതികളും സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഗൗതം സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ജനം, കോഴിക്കോട്. ബംഗളൂരു മേദനഹള്ളി ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്ന ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ കോളേജിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചും അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ പുനരന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക പോലീസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ജനം ഫോളോ അപ്പ്. ബംഗളൂരു മേദനഹള്ളി കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനിയായിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കണ്ണൂർ സ്വദേശിനി അതുല്യ ഗംഗാധരന്റെ മാതാപിതാക്കളാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ആരിഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ധന്വന്തരി നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 5 ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ പലർക്കും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറായിട്ടില്ല. ലവ് ജിഹാദ് കൊലപാതകമെന്ന് സംശയിക്കാവുന്ന ഒരു കേസിൽ പോലും ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. കോളേജിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് എന്ന പേരിൽ കൂട്ടായ്മ ആരംഭിക്കുകയും അതിലൂടെ പുതിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നതായും പരാതി ഉയർന്നിരുന്നു. നിബന്ധനകൾക്ക് വിരുദ്ധമായി നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ പരിശീലനത്തിനായി OICയുടെ ഹൈദരാബാദിലുള്ള സ്ഥാപനത്തിലേക്ക് അയക്കുന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ധന്വന്തരി കോളേജിൽ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ 7ഓളം നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് പുനരന്വേഷണം നടത്താൻ കർണാടക പോലീസ് തയ്യാറായില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനാണ് മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ ബന്ധുക്കളുടെ തീരുമാനം. ജനം, കൊച്ചി. KPCC രാഷ്ട്രീയകാര്യ സമിതിയിലെ തർക്കം തീർക്കാൻ ദീപാദാസ് മുൻഷി ഇടപെടുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. ഇന്നും നാളെയും നേതാക്കളുമായി ചർച്ച നടത്തും. രശ്മി കാർത്തിക തുടരുന്നുണ്ട്. രശ്മി, ഈ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? വീണ, ഇത് കോൺഗ്രസിലെ തർക്കം അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അത് തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള വാക്പോരുകളും തർക്കവും ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിപ്പോഴും തുടരുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായുള്ള ശ്രമമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഓരോ നേതാക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പ്രത്യേകമുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പ്രധാനമായും 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, ഇനി ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് K. സുധാകരൻ മതിയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നേതാക്കളുമായി ഇന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൂടി ദീപാദാസ് മുൻഷി നൽകിയിരുന്നു. ഇത്തരത്തിൽ തർക്കവുമായി മുന്നോട്ട് പോകാതെ പുനഃസംഘടനയുമായിട്ട് സഹകരിച്ച് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനവും ഒപ്പം തന്നെ KPCCയുടെ നേതൃസ്ഥാനവും ഒക്കെ തന്നെ നഷ്ടപ്പെടുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് പ്രത്യേകം ഈ നേതാക്കൾക്ക് നൽകിയിരുന്നത്. ഏതായാലും ഈ തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെയും വീണ്ടും ചർച്ച നടത്തും എന്നുള്ളതാണ്. ഈ പദവിയിൽ തനിക്ക് തുടരാൻ താല്പര്യമില്ല എന്നുള്ളത് ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഈ സംയുക്ത വാർത്താ സമ്മേളനം ഉൾപ്പെടെ
വിളിച്ചു ചേർത്തത്. അത് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു വിളിച്ചു ചേർത്തത്. രാവിലെ 10:30 വാർത്താ സമ്മേളനം. പക്ഷേ ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവിന് പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിശദീകരണം മാധ്യമങ്ങളോട് നൽകിയതിനു ശേഷവും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു, മറ്റ് സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനാകട്ടെ കൊച്ചിയിലേക്ക് പോയത് ഏതാണ് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെയായിരുന്നു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലെ വാക്പോരാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു ഐക്യം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം പോലും മാറ്റിവെച്ചതിന്റെ പിന്നിലെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി ആ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിച്ചതിനു ശേഷം വാർത്താ സമ്മേളനമൊക്കെ നടത്തിയാൽ മതി എന്നുള്ളതാണ് തീരുമാനം. പക്ഷേ തർക്കം എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തതയൊന്നും തന്നെ ഇല്ല. ഏതായാലും അതോടൊപ്പം തന്നെ ഈ പ്ലാൻ 63 പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ 63 രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചതാണ്. ഏതായാലും അതുമായി മുന്നോട്ട് പോകാൻ ഈ വിമർശനങ്ങൾക്കിടയിലും പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ തർക്കം, വാക്പോര്, തമ്മിലടി ഒക്കെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ AICC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വീണ. ഓക്കെ, ശരി രശ്മി. CPM പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിലെ ആശങ്ക ഉൾപ്പെടെ ചർച്ചയായിരുന്നു. ഇന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. കൂടാതെ വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇതാണ്, ഇതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഇതിൽ യാതൊരു വിധത്തിലും പിന്നോട്ടില്ല എന്നൊരു കാര്യം കൂടി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായൊരു വിശദീകരണം അതിന് നൽകാൻ MV ഗോവിന്ദന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി ഇവിടെ ചോദ്യമായി വരുന്നുണ്ടല്ലോ. മാത്രവുമല്ല, പല രീതിയിലുള്ള പൊട്ടിത്തെറികൾ കൂടി സാക്ഷ്യം വഹിച്ച ഒരു ജില്ലാ സമ്മേളനമായിരുന്നല്ലോ ഇത്. തീർച്ചയായിട്ടും ദേവിക, CPM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ NN കൃഷ്ണദാസിനെതിരെയും PK ശശിക്കെതിരെയും ഒക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ ശശിക്കെതിരെയുള്ള നടപടി വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടായി. കൂടാതെ ഈ NN കൃഷ്ണദാസ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതും ഒക്കെ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഈ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് സർക്കാർ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയമാണ്. അതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP-യുടെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പാലക്കാട് ഈ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലും ഈ വിഷയം ചർച്ചയായി എന്നുള്ളതാണ്. സമ്മേളനത്തിന് ആദ്യ ദിവസം എത്തിയപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനോട് നമ്മൾ ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോൾ തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല, അവിടെ ഒരു 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നും അതിൽ നിന്നാണ് മദ്യം നിർമ്മിക്കാൻ വെള്ളം കണ്ടെത്തുക എന്നൊക്കെ ആയിരുന്നു അദ്ദേഹം ഒരു ന്യായീകരണമായിട്ട് അന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും ഈ സമ്മേളനത്തിൽ പ്രതിനിധികളും ഈ എലപ്പുള്ളി പ്രദേശത്തും മറ്റു നിന്നുള്ള പ്രതിനിധികളാണ് ഈ മദ്യനിർമ്മാണ കമ്പനി വരുന്നതിലെ ആശങ്ക അറിയിച്ചത്. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും അതുകൂടാതെ തന്നെ ഈ വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നൊക്കെ ഈ പ്രതിനിധികൾ കൃത്യമായിട്ട് തന്നെ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. പക്ഷേ അതിന് ഈ മറുപടി നൽകുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി വീണ്ടും അതേ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് മദ്യക്കമ്പനി വരും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM ഏതായാലും ഈ മദ്യ കമ്പനി അനുമതി നൽകിയ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരും അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല, അതുമായി ഉറച്ചു തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ CPM-ഉം കോൺഗ്രസും BJP-യും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ ഒയാസിസ് പോലുള്ള കമ്പനികളിൽ നിന്ന് ഈ CPM ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കമ്പനി ഏതു തരത്തിലെങ്കിലും ഒരു ദിവസമെങ്കിലും പാലക്കാട് പ്രവർത്തിപ്പിക്കണമെന്നുള്ള നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് BJP-യും
കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളതുകൊണ്ട് ഏതായാലും CPM-ന്റെ എലപ്പുള്ളി ഭാഗത്തെ പ്രാദേശിക നേതൃത്വത്തിന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം ആ മദ്യക്കമ്പനി വരികയാണെങ്കിൽ അത് CPM-ന്റെ ആ പ്രദേശത്തെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് പാർട്ടി ഏറെക്കുറെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ പ്രദേശത്ത്. പക്ഷേ സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും ഒന്നും അത് തിരിച്ചറിയുന്നില്ല. അവർ ആ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും സമ്മേളനത്തിന്റെ മൂന്നാം ദിവസവും അവസാന ദിവസവുമാണ് ഇന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കും. നിലവിലെ ജില്ലാ സെക്രട്ടറി തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും, ആരെങ്കിലും മാറ്റി നിർത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് NN കൃഷ്ണദാസിന്റെയൊക്കെ ചുമതലകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തതകൾ ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും വൈകിട്ടാണ് ഇതിന്റെ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നുള്ളതാണ് അറിഞ്ഞ വിവരം. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിയമസഭ ഉൾപ്പെടെ നടക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വരവിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPM വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഓക്കെ, ശരി അരുൺ. കോടിയേരിയിലെ BJP പ്രവർത്തകൻ സുരേഷ് ബാബുവിനെ വെട്ടിക്കൊന്ന കേസിൽ CPM-കാരായ 5 പ്രതികളുടെ ജീവപര്യന്തം തടവ് ഹൈക്കോടതി ശരിവച്ചു. പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് നടപടി. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് സെഷൻസ് കോടതി നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത്. 4ഉം 5ഉം പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കോടതി കീഴടങ്ങാനും ഇവർക്ക് നിർദ്ദേശം നൽകി. 2008 മാർച്ച് 7 രാവിലെ 10:30 സംഭവം. BJP പ്രവർത്തകനായ സുരേഷ് ബാബുവിനെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ഭാര്യയെയും കുടുംബാംഗങ്ങളുടെയും മുന്നിലിട്ടാണ് CPM കൊലയാളി സംഘം വെട്ടിക്കൊന്നത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഇഴയുന്നു. 1.5 മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ ക്രൈംബ്രാഞ്ച്. 1-ാം പ്രതിയും MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബും മറ്റ് 2 അധ്യാപകരും ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, നമുക്കറിയാം വളരെയധികം വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു സൊല്യൂഷനിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവരെ ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഈ കേസിലെ മുഖ്യ പ്രതി കൂടിയായിട്ടുള്ള ഷുഹൈബിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഷുഹൈബിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ട ഘട്ടം എത്തിയാൽ, അതിന് പിന്നിൽ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് കൂടി അന്വേഷണം നീളും. അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ അല്ലെങ്കിൽ സർക്കാരുമായി അത്രമേൽ അടുത്തു നിൽക്കുന്നവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഷുഹൈബിനെ കണ്ടെത്താനുള്ളൊരു നീക്കം, ഊർജിതമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും ഉണ്ടാകാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പോലും ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ ഷുഹൈബിന് ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ്. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഒരു അന്വേഷണം പോകാത്തത് എന്ന് അന്വേഷണ സംഘത്തിനോട്, ക്രൈംബ്രാഞ്ചിനോട് ഇത്തരത്തിൽ കോടതി പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പ്രതിയിലേക്ക്, ഷുഹൈബിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കൺവെട്ടത്ത ഈ ഷുഹൈബ് ഉണ്ടായിരുന്നു. പക്ഷേ ഷുഹൈബിലേക്ക് എത്താനോ ഷുഹൈബിനെ പിടിക്കാനോ അന്ന് അന്വേഷണ സംഘം തുനിഞ്ഞില്ല എന്നതാണ്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഷുഹൈബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കൃത്യമായി ഷുഹൈബിലേക്ക് അന്വേഷണം നീളുമെന്നും അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ കൃത്യമായി തന്നെ ഷുഹൈബിന് ഒളിവിൽ പോകാനും ഒളിവിൽ ഇരുന്നു കൊണ്ട് ജാമ്യാപേക്ഷയ്ക്ക് ഹർജി നൽകാനുള്ള സാവകാശം പോലും ഈ കേസിൽ അന്വേഷണ സംഘം നൽകി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം കൃത്യമായി തന്നെ ഈ ക്രിസ്മസ് പരീക്ഷ അടക്കമുള്ള ചോദ്യപേപ്പറുകൾ സർക്കാർ സ്കൂളുകളിൽ നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുന്നേ തന്നെ എത്തും. ഇങ്ങനെ എത്തിയ ചോദ്യപേപ്പർ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ആരാണ് ഷുഹൈബിന് ചോർത്തി നൽകിയത്, അതിലേക്കാണ് ഇനി
അന്വേഷണം നീളേണ്ടത്. അത് അറിയണമെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു തരത്തിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഏത് അധ്യാപകനാണ് ഈ ഷുഹൈബിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്, അങ്ങനെയെങ്കിൽ ആ ഒരു കണ്ണി അതെങ്ങനെയാണ് നീളുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങും. ഒരു പക്ഷേ അങ്ങനെ അന്വേഷണം പോകരുത് എന്നൊരു വാശി ശാഠ്യം ഈ കേസിൽ ഉന്നതലങ്ങളിലുള്ളവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം ഈ ചോദ്യപേപ്പർ അടക്കം തയ്യാറാക്കുന്ന ഈ അധ്യാപകരുടെ കൂട്ടായ്മയിൽ CPM-നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുണ്ട് എന്നതാണ്. ആ പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ CPM സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവർ കൃത്യമായി ഉണ്ട് എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തും. അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഷുഹൈബിന് ഇത്രയധികം ഒളിവിൽ പോകാനും ഒളിവിൽ ഇരുന്നു കൊണ്ട് ജാമ്യാപേക്ഷ നൽകാനും ഒക്കെയുള്ള സാവകാശം അന്വേഷണ സംഘം കൃത്യമായി നൽകി എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കേസിൽ ഈ ചോദ്യപേപ്പർ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാത്രമല്ല, മുൻപ് നടന്ന ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നിട്ടുണ്ട് എന്ന് അന്ന് കൃത്യമായി തന്നെ ചില BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കാണിച്ചിരുന്നു. പോലീസിലടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലുള്ള മുഖവിലക്കെടുക്കുന്ന സാഹചര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപക്ഷെ ഈ കേസ് ആ രീതിയിലേക്ക് ഒരു അന്വേഷണം നീങ്ങിയിരുന്നെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഈ കേസിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി ചോർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത്. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബിന് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തി എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും ഈ ഷുഹൈബ് എവിടെയാണുള്ളത്, ഷുഹൈബിനെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം അതിലൊരു മെല്ലപ്പോക്ക് ഉണ്ട് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കേസിന്റെ ചുരുളഴിയണം. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായി പരീക്ഷ എന്ന് പറയുന്നത് എന്തൊക്കെ പഠിച്ചു എന്നത് അളക്കാനുള്ള ഒരു അളവുകോൽ കൂടിയാണ്. അതാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി മറ്റു കുട്ടികൾക്ക് അവർ പഠിക്കുന്നതിലൂടെ അവരെയാണ് വഞ്ചിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൃത്യമായിട്ട് ഈ ഉത്തരം പറയേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കൂടിയാണ്. അവർക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും ഷുഹൈബിനെ കണ്ടെത്തി ഈ കേസിന്റെ ചുരുളഴിയുക തന്നെ വേണം. അനഘ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ആരോഗ്യ മേഖലയിലെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയത് ഗുരുതര കാലതാമസമെന്ന് CAG. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് തുക നൽകിയില്ല. മറ്റു പദ്ധതികളുടെ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിലും കാലതാമസമുണ്ടായി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2 വർഷം മുൻപ് പണി പൂർത്തിയാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പ്ലാന്റിലേക്ക് ലിക്വിഡ് എത്തിക്കാൻ റോഡില്ലാത്തതിനാൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള ടെൻഡർ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 വർഷം മുമ്പാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 10,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പുതിയ ബ്ലോക്കിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയെപ്പറ്റി അധികൃതർ ചിന്തിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ടാങ്കിൽ നിറയ്ക്കേണ്ട ലിക്വിഡ് എത്തിക്കാൻ സാധിക്കില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലിക്വിഡുമായി ലോറി എത്തിയിരുന്നുവെങ്കിലും പ്ലാന്റിലേക്ക് കയറാൻ കഴിയാതെ വന്നതോടെ തിരിച്ചു മടങ്ങി. അടിയന്തരമായിട്ട് ഫണ്ട് ഇട്ടുകൊണ്ട് ചെയ്താണ് ഈ ഓക്സിജൻ പ്ലാന്റ്. പക്ഷേ ഓക്സിജൻ പ്ലാന്റ് അങ്ങ് പണിതു. പക്ഷേ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഇത് പണിത്. കാരണം പ്ലാന്റ് പണിതു, പക്ഷെ ഇങ്ങോട്ട് കയറി ഈ ലിക്വിഡുമായിട്ട് വരാനുള്ള വഴി പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഇത് കാട് കയറി കിടക്കുന്നു. കെടുകാര്യസ്ഥത. കാരണം ഇതൊന്നും ആർക്കും താല്പര്യമില്ല. ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കോ മന്ത്രിക്കോ ഒന്നും യാതൊരുവിധ താല്പര്യമില്ല. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു വളരെ പരിതാപകരമായ കാര്യം. റോഡുകളുടെ നിർമ്മാണത്തിന് 16 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായെന്ന് അധികൃതർ പറയുന്നു. കോഴിക്കോട് കേന്ദ്രമായ കമ്പനിയാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടിയന്തരമായി പ്ലാന്റിൽ ലിക്വിഡ് നിറച്ച് ഓക്സിജൻ ഉൽപാദനം തുടങ്ങിയില്ലെങ്കിൽ ലഭിച്ച അംഗീകാരം നഷ്ടമാകുമെന്നറിയിച്ച ഇവർ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ കുറവും ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നുണ്ട്. ജനം, ഇടുക്കി. കോഴിക്കോട്ടെ ഷവർമ കടകളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. നിയമലംഘനം കണ്ടെത്തുന്ന ഹോട്ടലുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു.
നിയമപരമായിട്ട് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മേലെ പ്രത്യേകിച്ച് ടേക്ക് അവേ ആണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത ടൈമും അതിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്നുള്ളതും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അതിന് മേളിൽ പതിപ്പിക്കണം എന്നാണ് നിയമപരമായിട്ടുള്ള നിർദ്ദേശം. ചില കടകളിൽ പ്രത്യേകിച്ച് ഷവർമ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അതിന് മുകളിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. ഷവർമയുടെ ഗുണനിലവാരം, അതിലുപയോഗിക്കുന്ന ഇറച്ചിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. മറ്റു വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് സംയുക്ത പരിശോധനകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ ഉണ്ടാവും. കുറ്റക്കാരാണെന്ന് കാണുന്നവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളുണ്ടാവും. അനഘ ഹർഷൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ ഷവർമ ജീവനെടുക്കുകയും ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത ഇങ്ങനെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജനം TV തന്നെ ഈ വിഷയം ആരോഗ്യ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് നടപടി ഉണ്ടായിരിക്കുന്നു? ആ വാർത്തയിന്മേൽ എന്ത് ഉറപ്പ് അധികൃതർ നൽകുന്നു? ഈ കോഴിക്കോട്ടെ വിവിധ ഹോട്ടലുകളിൽ നമ്മൾ ചെന്നിരുന്നു. ഈ ഹോട്ടലുകളിൽ നിന്ന് ഷവർമ വാങ്ങുകയും ചെയ്തു. ഈ ഷവർമ പാക്കറ്റുകളിൽ ഒന്നും തന്നെ കൃത്യമായി ഇത് ഉണ്ടാക്കിയ സമയമോ എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഈ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ പാഴ്സലായി നൽകുന്ന സമയത്ത് ഇതിൽ കൃത്യമായ ഡേറ്റും സമയവും ഉണ്ടാകണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. എന്നാൽ കോഴിക്കോട്ടെ മിക്ക ഹോട്ടലുകളും ഈ നിയമം പാലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു ഷവർമ കടകളിൽ നിന്ന് നമ്മൾ ഷവർമ വാങ്ങിയപ്പോഴൊന്നും തന്നെ ആ പാക്കറ്റുകളിൽ കൃത്യമായി സമയം രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ വിഷയം നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഹെൽത്ത് ഓഫീസർ ഈ വിഷയത്തിൽ, നമ്മുടെ വാർത്ത കണ്ടതുകൊണ്ടാണ് ഹെൽത്ത് ഓഫീസർ ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായി തന്നെ കോഴിക്കോട്ടെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്തും. ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഹെൽത്ത് ഓഫീസറായിട്ടുള്ള മുനവർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം കണ്ടെത്തുകയാണെങ്കിൽ ആ ഹോട്ടലുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന് ഈ ഹെൽത്ത് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ രീതിയിലേക്ക് കർശനമായ ഒരു പരിശോധന കൃത്യമായി ഹോട്ടലുകളിൽ തന്നെ ഉണ്ടാകും. ഈ ഷവർമ പാക്കറ്റുകളിലെ സമയവും തീയതിയും രേഖപ്പെടുത്തുന്നതിലുപരി ഇത്തരത്തിൽ ഷവർമയിൽ ഉപയോഗിക്കുന്ന ഇറച്ചി, അതിലേക്ക് കൂടി ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കൂടിയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. കാരണം ഈ ചത്ത കോഴിയെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനായി ഹോട്ടലുകളിൽ എത്തിച്ചു നൽകുന്നുണ്ട് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് വലിയ രീതിയിലുള്ള ഹോട്ടലുകളൊക്കെ തന്നെ ഇത് വാങ്ങുന്നുണ്ട് എന്ന വിവരം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഈ ഷവർമയിൽ ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ പരിശോധന, ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ വാർത്തയായിരുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഹെൽത്ത് ഓഫീസറുടെ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അനഘയ്ക്ക് അഭിനന്ദനങ്ങൾ. കാരണം അനഘ വിവിധ ഹോട്ടലുകളിൽ കയറി ഇത്തരത്തിൽ മാംസത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് പോലും അറിയാതെ വെറും ഒരു പേപ്പർ കഷ്ണത്തിൽ മാത്രം പൊതിഞ്ഞു കൊടുക്കുന്ന ഷവർമയെല്ലാം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു. അതിലിപ്പോൾ ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ, മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം പുനരാരംഭിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ ദൗത്യ സംഘത്തെ 50 വിപുലപ്പെടുത്തി. ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞ ആനയെ കണ്ടെത്താൻ കൂടുതൽ മേഖലകളിൽ തെരച്ചിൽ നടത്തുകയാണ്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കാരണം ആനയ്ക്ക് മസ്തകത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മാത്രവുമല്ല, ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ കൂടി ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ മയക്കുവെടി വയ്ക്കുക അല്ലെങ്കിൽ ആനയെ പിടികൂടുന്നതിൽ എത്രത്തോളം വെല്ലുവിളിയാണ് നേരിടുന്നത്? എന്നാലും ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ ദൗത്യ സംഘം വിപുലീകരിച്ചിരിക്കുന്നു. 20 അംഗ സംഘത്തെ 50 അംഗ സംഘമാക്കി ഉയർത്തിയ ഒരു സാഹചര്യം. അല്പസമയം മുമ്പാണ് DFOയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മീറ്റിംഗ് നടത്തി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ ഉൾക്കാട്ടിനകത്ത് ആനയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് DFO നൽകിയ ഔദ്യോഗികമായിട്ടുള്ള വിവരമനുസരിച്ച് ഒരു കൊമ്പനാനയെ ഇന്നലെ ഈ പരിക്കേറ്റ ആന പോയ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ കൊമ്പനാന തന്നെയാണോ ഈ പരിക്കേറ്റ ആന എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തായാലും ആ ആനയെ ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇതുവരെ മാത്രമേ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനമുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതിനകത്തേക്കും ഈ പ്ലാന്റേഷനകത്തേക്കും എല്ലാം പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യം കൂടുന്നതനുസരിച്ച് ആന താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് വനംവകുപ്പ് മാധ്യമങ്ങളെ ഉൾപ്പെടെയുള്ള വിഭാഗത്തെ ഇപ്പോൾ ഇവിടെ ഈ ഒരു
ചെക്ക് പോസ്റ്റ് വരെ മാത്രം പ്രവേശനമുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ കാട്ടിൽ എവിടെയോ ആണ് ആനയുള്ളത്. ഈ ആനയ്ക്ക് വേണ്ടി ഇപ്പോൾ 50 അംഗ സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും ആനയുടെ ഈ ആരോഗ്യനില കൂടുതൽ പരിതാപകരമായി വരികയാണ്. ആരോഗ്യനിലയിൽ കൂടുതൽ ആശങ്കയുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്രയും വ്യക്തമാക്കിയത്. കാരണം ഈ മിഷൻ അതീവ ദുഷ്കരമാണ്. കാരണം ആനയെ അടുത്ത് കിട്ടണം. പ്രത്യേകിച്ച് ഈ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് ആകെ ഉള്ളത്. ഈ കുങ്കിയാനകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആവശ്യമെങ്കിൽ മാത്രം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഇന്നും അതേ നിലപാടിൽ തന്നെയാണ് അരുൺ സക്രയും സംഘവും തുടരുന്നത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് അതിനുശേഷം എങ്ങനെയാണ് ആനയുടെ മുറിവുകൾ, അത് എത്രത്തോളം ആപത്കരമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ മയക്കുവെടി ഡോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യത തന്നെയാണ്. ഈ എല്ലാ സന്നാഹങ്ങളുമുണ്ട്. ആരോഗ്യ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ സുസജ്ജമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനപാലകരും എല്ലാം വിവിധ ചേരികളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആനയെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കും. അതായത് ആനയെ കണ്ടെത്തും എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു മിഷനിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇന്നലെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന പോയ പരിസരത്ത് ഒരു കൊമ്പനാനയെ ഈ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ കൊമ്പനാന തന്നെയാണോ ഈ പരിക്കേറ്റ ആന എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം അതാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ആനയെ മയക്കുവെടി വയ്ക്കുകയും തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, ആനന്ദ്, എനിക്ക് തോന്നുന്നു ഓരോ നിമിഷവും നമുക്കിനി അങ്ങോട്ടേക്ക് പോകേണ്ടി വരും തോന്നുന്നു. കാരണം ഈ 50 അംഗ സംഘം കൂടി എത്തിക്കഴിഞ്ഞതോടെ കൂടുതൽ നിരീക്ഷണ സംവിധാനം ഒന്ന് വിപുലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും തിരിച്ചു വരാം അതിലേക്ക്. മറ്റൊരു വിഷയം നോക്കാം. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതക കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. എറണാകുളം ചെലനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് പ്രതി. കൊല്ലപ്പെട്ട ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ഇയാൾ. ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ ജോൺസണൊപ്പം പോകാത്തതിലാണ് കൊലപാതകമെന്നാണ് വിലയിരുത്തൽ. ടിൻഡു ദാസ് ചെയ്ത വിവരങ്ങളുമായി. ടിൻഡു എസ്, എങ്ങനെയാണ് ജോൺസൺ ഔസേപ്പിനെ തിരിച്ചറിഞ്ഞത്? ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? വീണ, കൊലപാതകം നടത്തിയതിനു ശേഷം ജോൺസൺ ഈ ആതിരയുടെ 2 വീലറുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്നും തിരികെ എറണാകുളത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള അധിക വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി ജോൺസൺ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെരുമാതുറ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. ആ വീട് തുറന്നുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആതിരയുടെ മൃതദേഹം ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. വെഞ്ഞാറമൂട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ആതിരയുടെ ശരീരത്തിൽ മരണകാരണമായി കാണുന്നത് ഒരൊറ്റ മുറിവ് മാത്രമാണ്. ശരീരത്തിൽ മറ്റു ഭാഗങ്ങൾ മുറിവ് ഉണ്ടായിട്ടില്ല. കഴുത്തിൽ ആഴത്തിൽ കത്തി കുത്തി ഇറക്കിയതാണ് മരണകാരണം. അപ്പോൾ ഈ കുത്താൻ ഉപയോഗിച്ച കത്തി ജോൺസൺ കൊണ്ടുവന്നതാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഈ ആതിര അമിതമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നു. ആതിരയും ജോൺസണും ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇരുവരും തമ്മിൽ റീൽ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇരുവരും വലിയൊരു പൊതു ഗ്രൂപ്പിന്റെ അഡ്മിനായി. പിന്നീട് ജോൺസൺ നിരന്തരം ആതിരയെ കൂടെ താമസിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടെ വരാനായിട്ട് നിർബന്ധിച്ചിരുന്നു. രാജീവിനെയും അതോടൊപ്പം തന്നെ മകനെയും വിട്ട് പോകാൻ ഈ ആതിര വിസമ്മതിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നിരവധി തവണ ജോൺസൺ ഇത്തരത്തിൽ ആതിരയുടെ വീട്ടിൽ വരികയും ആതിരയുടെ മാതാപിതാക്കൾ ഇത് കാണുകയും അതിൽ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത് രാജീവ് അറിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജീവ് ഇടക്കാലത്ത് വെച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഔസേപ്പുമായിട്ട് ഇത്തരത്തിൽ ജോസഫ് ഔസേപ്പുമായിട്ട് ഇത്തരത്തിൽ പ്രണയമുണ്ട് എന്ന് രാജീവ് മനസ്സിലാക്കുകയും രാജീവ് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് പുറം ലോകം അറിയുമെങ്കിൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിട്ടും രാജീവ് അയൽവാസികളോട് ഈ മരണം നടന്ന ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാജീവിനെ ഒരിക്കൽ കൂടി പോലീസ് നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ജോൺസൺ ഔസേപ്പാണ് ഇത്തരത്തിൽ ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടെ ചെല്ലാത്തതിലുള്ള ഒരു ധീരസമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോൺസൺ മുൻപൊരു വിവാഹം കഴിച്ചിരുന്നു. ഇപ്പോൾ പിരിഞ്ഞു ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജോൺസൺ താമസിച്ച വീടും അതോടൊപ്പം തന്നെ വാഹനവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ, ഓക്കെ, ശരി. കാർത്തികപ്പള്ളി മഹാദേവിക്കാട് പുളിക്കീഴ് നട ക്ഷേത്ര കയ്യേറ്റത്തിനെതിരെയുള്ള പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഭക്തരുടെ നാമജപ പ്രതിഷേധം. ക്ഷേത്രം വക സ്ഥലം കയ്യേറി നശിപ്പിച്ചതായി പരാതി നൽകിയിട്ടും തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിരുന്നില്ല. തുടർന്നായിരുന്നു നാമജപ പ്രതിഷേധം.
കഴിഞ്ഞ മാസം 28-നാണ് മഹാദേവികാട് പുളിക്കീഴ്നട ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയും ഉപദേവതാ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന് സമീപമുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ മതിൽ നിർമ്മാണത്തിനായി നശിപ്പിച്ചത്. സ്ഥലത്തെ കോൺഗ്രസ് നേതാവും കണ്ടാലറിയാവുന്ന രണ്ടുപേരും ചേർന്നായിരുന്നു അതിക്രമം നടത്തിയത്. ബാങ്കിന്റെ മതിൽ കെട്ടുന്നതിനായി JCB കയറ്റി ഉപദേവതാ പ്രതിഷ്ഠയും നശിപ്പിച്ചു. 400 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ നിലവിലുള്ള നടവഴി അടച്ചുകെട്ടിയാണ് മതിൽ കെട്ടാനൊരുങ്ങുന്നത്. ക്ഷേത്രം വഴി തടസ്സപ്പെടുത്തിയതിനും ഉപദേവതാ പ്രതിഷ്ഠ നശിപ്പിച്ചതിനും കാവ് കയ്യേറ്റത്തിനുമെതിരെ തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. തുടർന്നായിരുന്നു ഭക്തരുടെ നാമജപ പ്രതിഷേധം. തുടർന്ന് ക്ഷേത്രത്തിന് സമീപം നടന്ന പൊതുസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യ മോസദ് ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഒരു മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. അത് പറയട്ടെ, അത് അവരാണ് ഇനി പറയേണ്ടത്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ എന്തുണ്ടായിരുന്നു? വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം? ഇപ്പൊ എന്താണ് അവശേഷിക്കുന്ന ആരോപണം? അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ. അതിനുള്ള മറുപടി ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇപ്പം ഈ 74 ബിയർ പാർലറുകൾ കൂടി അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തകളുണ്ട്. ടൂറിസം മേഖലകളിൽ മാത്രമാണ്, എന്താണ് അതിന്റെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്? അതെ, എനിക്ക് ഇനി സമ്മേളനത്തിന് പോകാം. അല്ല, ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭയിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം അതിലേക്ക് പോവുകയാണ്. ഏതായാലും ഈ ബ്രൂവറി ഡിസ്റ്റിലറി ഈ വിഷയം ഇന്നും സഭയിൽ ഉയർന്നു വരും എന്നുള്ളതും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ന് മറുപടി പറയും എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധേയമാണെന്ന് നിയമസഭയിലേക്ക് എല്ലാ കണ്ണുകളും പോവുകയും ചെയ്യും. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഭാരതീയർ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയതായും ജയശങ്കർ പറഞ്ഞു. H-1B വിസകൾക്ക് കാലതാമസം നേരിടുന്നത് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. Yes, we had a discussion on a range of issues, and one of the issues which came up was actually mobility of people. Now, we have a position on mobility which is a principal position that applies to all countries. As a government, we obviously are very much supportive of legal mobility because we do believe in a global workplace. We want Indian talent and Indian skills to have the maximum opportunity at the global level. At the same time, we are also very firmly opposed to illegal mobility and illegal migration, because you also know that when something illegal happens, many other illegal activities get joined onto it. And it's not, this is not desirable, it's certainly not reputationally good. We have, with every country, and the US is no exception, we have always taken the view that if there are any of our citizens who are not here legally, if we are sure that they are our citizens, we have always been open to their legitimate return to India. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ട്രംപ് ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷമുള്ള നിലപാടുകൾ, ഭാരതത്തിന്റെ വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകൾ കൂടിയാണ്. എന്താണ് S. ജയശങ്കർ വ്യക്തമാക്കിയത്?
വീണ, എസ് ജയശങ്കർ വ്യക്തമാക്കിയതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയ ആ വേളയിൽ തന്നെ അധികാരത്തിലെത്തുന്നതിന് മുൻപും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിൽ നിന്ന്, അതായത് അമേരിക്കയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടാണ്. അത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരായി ഏതെങ്കിലും ഭാരതീയർ അമേരിക്കയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണെന്ന ഏറ്റവും നിർണായകമായൊരു തീരുമാനമാണ് അമേരിക്കയെ എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റത്തെ ഒരു തരത്തിലും ഭാരതം അംഗീകരിക്കുന്നില്ല. അത് അമേരിക്ക മാത്രമല്ല, ലോകത്ത് എവിടെയായാലും ഏത് രാജ്യത്തേക്കായാലും അനധികൃതമായൊരു കുടിയേറ്റം നടത്തുന്നതിനെ അംഗീകരിക്കുന്നില്ല. തിരിച്ച് ഭാരതത്തിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നതും അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനധികൃത കുടിയേറ്റക്കാരെ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, മാസ് ഡിപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്നു അമേരിക്കയിൽ. അത് ഐസൻഹോവറിൻ്റെ കാലത്തേക്കാൾ ശക്തമായ മാസ് ഡിപ്പോർട്ടേഷൻ നടക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു എന്നാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത്. ആ നിലപാട് കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ അത് ഭാരതീയർക്കും ബാധകമാകുന്നതിൽ ഭാരതത്തിന് വ്യക്തമായി യാതൊരു എതിർപ്പുമില്ല. മാത്രമല്ല, ഭാരതം അതിനെ, അതായത് അതിൻ്റെ നിയമപരമായ റിട്ടേൺ, അതായത് നിയമപരമായി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല എന്ന നിലപാട് വളരെ കൃത്യമായി മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചയിൽ കൃത്യമായി ഉന്നയിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം പറഞ്ഞത് വിസ ലഭിക്കുന്നത് നീളുന്നത്, അതായത് 400 ദിവസം വരെ വിസയ്ക്ക് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുകയും പ്രൊഫഷണൽ വിസ, H1B വിസ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിസകൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ വിസകൾ ലഭ്യമാകുമ്പോൾ ഇന്ത്യൻ വർക്ക് ഫോഴ്സിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ക്രയശേഷിയെയും പ്രൊഫഷണലുകൾക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. അതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന ഒരു ആവശ്യവും അമേരിക്കയോട് അറിയിച്ചതായും പറയുന്നുണ്ട്. തീർച്ചയായും ഈ രണ്ട് നിലപാടുകളും ഒരേ സമയം അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാവുന്ന ഒരു വസ്തുതയുണ്ട്. അനധികൃതമായ ഒരു കുടിയേറ്റത്തിനെ തയ്യാറല്ല എന്ന് കൃത്യമായി ഭാരതം പോലൊരു രാജ്യം അമേരിക്കയെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ലീഗലി, അല്ലെങ്കിൽ നിയമപരമായി അവിടെ എത്തുന്ന ജോലിക്കാരെ, അല്ലെങ്കിൽ വിസയുടെയൊക്കെ അടിസ്ഥാനത്തിലെത്തുന്നവരെ കൃത്യമായി സ്വീകരിക്കാനുള്ളൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ഇന്ന് വരെയുള്ള ആ ഒരു വർക്ക് ഫോഴ്സിൻ്റെ യാത്ര, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ അമേരിക്കയിലെ സാന്നിധ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ സാന്നിധ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തുറന്നു കിടക്കുകയാണ്. വീണ, ഓക്കെ, ശരി. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരു വാർത്ത കൂടി നമുക്കുണ്ട്. കാർത്തികപ്പള്ളി മഹാദേവിക്കാട് പുളിക്കീഴ് നടക്ഷേത്രം കയ്യേറ്റത്തിനെതിരെയുള്ള പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഭക്തരുടെ നാമജപ പ്രതിഷേധം. ക്ഷേത്രം വക സ്ഥലം കയ്യേറി നശിപ്പിച്ചതായി പരാതി നൽകിയിട്ടും തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിരുന്നില്ല. തുടർന്നായിരുന്നു നാമജപ പ്രതിഷേധം. കഴിഞ്ഞ മാസം 28-നാണ് മഹാദേവികാട് പുളിക്കീഴ് നടക്ഷേത്രത്തിലേക്കുള്ള നടവഴിയും ഉപദേവതാ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന് സമീപമുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ മതിൽ നിർമ്മാണത്തിനായി നശിപ്പിച്ചത്. സ്ഥലത്തെ കോൺഗ്രസ് നേതാവും കണ്ടാലറിയാവുന്ന രണ്ടുപേരും ചേർന്നായിരുന്നു അതിക്രമം നടത്തിയത്. ബാങ്കിന്റെ മതിൽ കെട്ടുന്നതിനായി JCB കയറ്റി ഉപദേവതാ പ്രതിഷ്ഠയും നശിപ്പിച്ചു. 400 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ നിലവിലുള്ള നടവഴി അടച്ചുകെട്ടിയാണ് മതിൽ കെട്ടാനൊരുങ്ങുന്നത്. ക്ഷേത്രം വഴി തടസ്സപ്പെടുത്തിയതിനും ഉപദേവതാ പ്രതിഷ്ഠ നശിപ്പിച്ചതിനും കാവ് കയ്യേറ്റത്തിനുമെതിരെ തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. തുടർന്നായിരുന്നു ഭക്തരുടെ നാമജപ പ്രതിഷേധം. തുടർന്ന് ക്ഷേത്രത്തിന് സമീപം നടന്ന പൊതുസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യ മോസദ് ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്. ഈ ആരാധനാ കേന്ദ്രത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നാണോ ഈ സഹകരണ സംഘക്കാർ വിചാരിച്ചിരിക്കുന്നത്? എനിക്കതിന്റെ ഭരണാധികാരികളോടും അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരോട് പറയുവാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇങ്ങനൊരു ക്ഷേത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ, സനാതന സംസ്കാരത്തെ ഇല്ലാതാക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തികച്ചും നിങ്ങൾക്ക് തെറ്റിപ്പോയി, യാതൊരു സംശയവുമില്ല. BJP വക്താവ് സന്ദീപ് വചസ്പതി മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊരു വഖഫ് ഭൂമിയാണ് എങ്കിൽ ഈ കോൺഗ്രസുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ തന്റെ ഇടം ഉണ്ടാകുമായിരുന്നോ ഈ ഭൂമിയിൽ കൂടി ഒന്ന് കടന്നു പോകാൻ? അല്ലെ, നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞ മുട്ടു വിറയ്ക്കും അല്ലേ? വഖഫ് ഭൂമിയാണ്, തൊടില്ല. കാരണം എന്താ? പിന്നെ അവർക്ക് നിയമസഭ പോയിട്ട് ഗ്രാമപഞ്ചായത്ത് സഭ പോലും അവർ കാണില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശേഷി മറ്റ് സമൂഹങ്ങൾക്കുണ്ട്.
നിങ്ങൾക്കുണ്ടോ അത്? നിങ്ങളുടെ സമൂഹത്തിന് അതുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ രാഷ്ട്രീയമായി നാം കരുത്താർജിക്കാതെ നമുക്ക് ഒരവകാശവും പതിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ കാർത്തിക പള്ളിയിലെ മഹാദേവികാട്ടെ സനാതന ധർമ്മ വിശ്വാസികളായ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാരനും BJP-കാരനും വന്ന് ശബ്ദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി M പ്രഗത്ഭൻ, BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K സോമൻ, ഉല്ലാസ് കുമാർ, സരിത രമണി തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ. അപ്പോൾ കായിക വാർത്തകൾ ചോദിച്ച പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയവുമായാണ് ഇന്ത്യ കുതിപ്പ് തുടങ്ങിയത്. 23 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ സ്പിന്നർ വരുൺ ചക്രവർത്തിയും 34 പന്തിൽ 79 റൺസ് നേടിയ അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ. വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പുത്തൻപുരയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണല്ലേ. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.